ഹജ്ജിനായി പുറപ്പെട്ട ലക്ഷക്കണക്കിന് മുഅ്മിനീങ്ങൾ ഒരൊറ്റ മുദ്രാവാക്യത്തോടുകൂടെ മക്കയിലേക്ക് പുറപ്പെട്ട ഈ ഒരു സമയം, അള്ളാഹുവിൻ്റെ കലിമത്ത് തൗഹീദ് ഉറക്കെ ചെല്ലാൻ പറ്റുന്ന ഈ ഒരു സുന്ദരമായ ഒരു വേളയിലാണ് നമുക്ക് ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. അൽഹംദുലില്ലാഹ്, ഉന്നതരായ സയ്യിദ് മഷ്ഹൂദ് തങ്ങൾ നമ്മുടെ വേദിയിലെത്തിയിട്ടുണ്ട്. ഉന്നതരായ കുറുത്തങ്ങളുടെ സുപുത്ര നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു വലിയ സയ്യിദാണ്. അൽഹംദുലില്ലാഹ്, ഒരുപാട് പരിപാടികൾക്കിടയിലാണ് നമ്മുടെ ഒരു പരിപാടിയിലേക്ക് വന്നെത്തിയിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല തങ്ങൾ ഉസ്താദിന് ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് ദുആ ചെയ്യുകയാണ്. ഒരുപാട് പരിപാടികളുണ്ട്, എന്നാലും നമ്മുടെ സ്ഥാപനത്തിനെ സ്നേഹിച്ചുകൊണ്ട് നമ്മുടെ ഈ വേദിയിലേക്ക് വന്നെത്തിയ ഉന്നതരായ തങ്ങൾ ഉസ്താദിന് മനസ്സ് നിറയെ സ്വാഗതം പറയുകയാണ്. ഇൻഷാ അല്ലാഹ് നമ്മുടെ മുഖ്യപ്രഭാഷണം നടത്താനിരിക്കുന്നത് ബഹുമാനപ്പെട്ട ഉസ്മാൻ ജൗഹരി നെല്ലിയാട് ഉസ്താദാണ്. ഉസ്താദിനും സ്വാഗതം പറയുന്നു. ഈ വേദി ഉദ്ഘാടനം ചെയ്യുന്നത് ബഹുമാനപ്പെട്ട നമ്മുടെ സ്ഥാപനത്തിന് പ്രിൻസിപ്പളും കൂടിയായ ബഹുമാനപ്പെട്ട ഷരീഫ് ഷാജി കാമിൽ ഉസ്താദ് അവർകളാണ്. അള്ളാഹു എല്ലാവർക്കും ഖൈറും ബർക്കത്തും റാഹത്തും നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞ് ഇൻഷാ അല്ലാഹ് ഇതിനെ ഉദ്ഘാടനം ചെയ്യാനായി ബഹുമാനപ്പെട്ട ഗിലൂർ ഉസ്താദിനെ സ്നേഹപൂർവ്വം ക്ഷണിച്ചുകൊള്ളാൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ചെമ്മ നേരം സ്വാഗതാക്കുക വേറെന്തെങ്കിലും ചൊല്ലുകയല്ല. ഞങ്ങ ചെമ്മ ടൈമിൽ പറക്കാത്തുണ്ടെന്ന് ഞങ്ങളുടെ പ്രിയങ്കരനായ ഞങ്ങൾ ഏറ്റവും കൂടുതൽ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്ത ഞങ്ങളെ ഈ മഹല്ലത്തിലെ ഖാദിയായിരുന്ന ഖുറത്തു സാദാത്ത് സയ്യിദ് ഖുറാത്തങ്ങളുടെ സുപുത്രൻ അൽഹംദുലില്ലാഹ് ഞങ്ങളെ റായത്ത് കണ്ട് കാൽകുത്തി. വലിയ സന്തോഷമാണ്. ഞങ്ങളിവിടെ നടക്കടെ മുത്തഅല്ലിമീങ്ങളും ഹിഫ്ദുൽ ഖുർആനും അതുപോലെ ഇംഗ്ലീഷ് മീഡിയമും ബാക്കിയുള്ള സംരംഭങ്ങളെല്ലാം ചെന്നപ്പോൾ, ഷാഫി മദ്രസ, ഹനഫി മദ്രസ, വുമൻസ് കോളേജെല്ലാം ചെന്നപ്പോൾ വലിയ സന്തോഷമായിട്ട് തങ്ങളൊട്ടിಗೆ ഞാൻ കാര്യമായിട്ട് ചെന്നത്. ഞങ്ങളെ ബംഗ്ലഗുഡ പള്ളിയിൽ 2 മെഹ്റാബാണുള്ളത്, 2 മിമ്പറുണ്ട്. അതിൽ ഒരു മിമ്പർ പള്ളി ബലിയാക്കുമ്പോഴത്തേക്കും നടുക്ക് ബറകുബനായിട്ട് മിഡിലാക്കിയതാണ്. അപ്പോൾ അതൊക്കെ മുന്നൊരു ചെറിയ പള്ളിയാണ് ഇന്നത്. ഈ പള്ളിക്ക് കുട്ടിയടിച്ചിട്ട് ഖുതുബ താജുൽ ഉലമ ഖുതുബ ഓതിയ മിമ്പർ ഇണ്ടും ആ മിഹ്റാബും മിമ്പറും ഞങ്ങൾ ഇവിടെ ബാക്കി വെച്ചിറ. അത് എന്തിനു ചൊന്നെങ്കിൽ താജുൽ ഉലമയുടെ സ്മരണകാണ്. ഞങ്ങൾ ഈ ബംഗ്ലഗുഡ ചൊന്നെങ്കിൽ ഇത് താജുൽ ഉലമയുടെ സ്നേഹിക്കടെ റായാണ്. നാണ് ഉസ്മാൻ ജൗഹരി ഉസ്താദൊട്ടിക്കും വന്നപ്പോൾ ചൊന്ന ഇത് താജുൽ ഉലമയുടെ സ്നേഹിക്കടെ റായ ഉസ്താദ്, ആലിമീങ്ങളെയും സാദാത്യങ്ങളെയും സ്നേഹിക്കടെ റായാണ് എന്ന് ചെന്നു. അങ്ങനെ അൽഹംദുലില്ലാഹ് ഞങ്ങൾ കൂടെ സയ്യിദ് മഷ്ഹൂർ തങ്ങൾ ഉസ്താദ് അൽഹംദുലില്ലാഹ് വന്നിരുന്നൊക്കെ നോക്കുമ്പോൾ, പൽക്ക വരിയുമ്പോൾ, മുണ്ടുമ്പോൾ, നടക്കുമ്പോൾ, എണിക്കുമ്പോൾ, നിൽക്കുമ്പോൾ നക്ക് ഖുറത്തു സാദാത്ത് ഖൂറത്തങ്ങൾ നെനപ്പായി പോയി. വല്ലാത്ത ഓർമ്മയിപ്പോയി. ആ പലക്കവും ആ ഒരു നടത്തവും ആ ഒരു സ്പീഡും ആ ഒരു വിഷയങ്ങളും എല്ലാം വാപ്പടതെ പടിയച്ചിയായിട്ടുണ്ട്. വന്നിട്ട് തെച്ചിട്ട് ചെന്ന ആളെല്ലാം വിഷയം മുടത്തിരമ്പത്തേലും മോമിനിങ്ങൾ ഉള്ളാറല്ലേ മെയ്യാവും. നക്ക് ഉടനെ കടപ്പാടിക്ക് പോകണം. കടപ്പാടിൻ്റെ അവിടെ പരിപാടി കഴിഞ്ഞിട്ട് നേരെ മഞ്ഞനാടി പോകണം. എന്നിട്ട് മഞ്ഞനാടി എട്ടിക്കുളം പോകണം. എട്ടിക്കുളത്തെ നേരെ നാളെ സുബൈക്ക് ജണ്ട ബണ്ട് വളർത്തുക പറഞ്ഞു. അങ്ങനെയാണ് ചെന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല തങ്ങൾ ഉസ്താദ് ആഫിയത്തോടു കൂടിയുള്ള ദീർഘായുസ്സ് കൊടുത്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. ഞങ്ങളെ ബാപ്പയും ബാപ്പയുടെ ബാപ്പയും ഞങ്ങളെ ബാപ്പയും ഞങ്ങളെ ഉമ്മാമയും ഞങ്ങളെ കുടുംബവും വലിയ മഹാന്മാരാണ്. ഞങ്ങളിവിടെ സുന്നത്ത് ജമാഅത്ത് വേനായിട്ട് ധൈര്യമായിട്ട് ധീരോദാത്തമായിട്ട് നമുക്ക് നേതൃത്വം വഹിച്ചിട്ട് ഞങ്ങളെ ഹയാത്ത് കാലത്ത് ഒരു പേടിയും പേടിക്കേണ്ട അകത്തിയില്ല. കൂറത്തങ്ങ ഉണ്ടല്ലേ, താജുൽ ഉലമ ഉണ്ടല്ലേ, എന്ത് വന്നെങ്കിലും ഏത് തൂഫാന് ഭൂകമ്പം വന്നെങ്കിലും അങ്ങ് ഉള്ളാറല്ലേ ചുള്ളൊരു ധൈര്യം ഇണ്ടിപ്പം നമുക്ക് എന്തൊരു ധൈര്യമുണ്ട്. അല്ലാഹു സുബ്ഹാനഹു തആല ഞങ്ങളെ ദറജ ഉയർത്തി കൊടുക്കട്ടെ. ഞാൻ യാരെന്ന് വെച്ചാലുള്ള ഇൻഷാ അല്ലാഹ് ഞങ്ങളെ സ്വലാത്ത് വാർഷികമുണ്ട്, പള്ളി ഇനോഗ്രേഷൻ ഉണ്ട്. ഇൻഷാ അല്ലാഹ് അണ്ടും തങ്ങൾ ഉസ്താദ് ഇൻഷാ അല്ലാഹ് ഞങ്ങൾ ഒട്ടിക്കും. ഞങ്ങളെ ഒട്ടികമേ നമുക്ക് നേതൃത്വം വഹിച്ചുകൊണ്ടിരിക്കും. സാദാത്ത് തങ്ങൾ ഉസ്താദ് ഉണ്ട്. 100 മഹല്ലങ്ങളെ ഗൗരവാധ്യക്ഷരും അവിടെ നേതൃത്വമാണ്. ഉണ്ട് മൂറുകോളി ജമാഅത്തിൽ പിന്നെ
ಜನರಲ್ ബോഡിയാണ് പോവാണ്ട ഗൊಂತಿല്ല എന്ന് ചൊന്നു. അപ്പം ഞാൻ ചെന്ന ഏതായാലും കൂറ തങ്ങളെ മോണൊന്നുകൂടെ ഞങ്ങൾ എത്തണുണ്ട്. അപ്പം നിങ്ങൾ ഒന്ന് ചൊന്നിട്ട് മുണ്ടിയിട്ട് ഞങ്ങൾ കൂടെ കിടത്തണം ചെന്നപ്പോൾ തങ്ങൾ ഉസ്താദ് സാദാ തങ്ങൾ ഉസ്താദ് ഫോണാക്കിയിട്ട് ചൊന്നിട്ടൂടെ കിടത്തിയത്. അൽഹംദുലില്ലാ. തങ്ങൾ ഉസ്താദ് അല്ലാഹു സാദാ തങ്ങൾക്ക് ആഫിയത്തോടു കൂടിയുള്ള ദീർഘായുസ് കൊടുക്കട്ടെ. ദീർഘകാലം ഞങ്ങൾക്ക് ആഫിയത്തോടു കൂടെ ഉത്തരോത്തരം ഞങ്ങൾക്ക് നേതൃത്വം വഹിക്കുകയും ആ തെനലായിട്ട് ദീർഘകാലം ദീനി ഹിദ്മത്തെടുക്കും നമുക്ക് അല്ലാഹു തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. മർക്കസ് ത്വയ്ബ മുഞ്ഞാണ്ട് പള്ളിയും ദർസും അവിടെ ഉദ്ഘാടനമായിട്ട് ഇന്നലെ അവിടെ വലിയൊരു ഫംഗ്ഷൻ, ആയിരക്കണക്കിന് ആലിമീങ്ങളും സാദാത്യങ്ങളും കൂടിയിട്ടുള്ള മുത്തയാലിമീങ്ങളും കൂടിയിട്ടുള്ള ഒരു ഫംഗ്ഷൻ ഇന്നലെ നടക്കുന്ന കാര്യക്രമ സാർവജനിക കാര്യക്രമ അത് ഈ മഴയുടെ കാരണം കൊണ്ട് നീട്ടി വെച്ചിട്ട് ഇൻഷാ അല്ലാഹ് ഉമ്മയുടെ പേരിലുള്ള ബാപ്പയുടെ പേരിലുള്ള ഉസ്താദിന്റെ പേരിലുള്ള വലിയ മജ്ലിസാണ്. അല്ലാഹു സുബ്ഹാനഹു തആല അതിൽ കൂടുകയും അതിനെ ബറക്കത്തെടുക്കുകയും നമുക്ക് എല്ലാവർക്കും തൗഫീഖ് തന്ന് അനുഗ്രഹിക്കട്ടെ. ഞാനൊന്നും നീട്ടില്ല. തങ്ങൾ ഉസ്താദിന്റെ ദീപാട്ടിയിട്ട് ചൊല്ലതും ശരിയല്ല. നാണ് മൈക്കത്തെ തങ്ങൾ ഉസ്താദ് കൊടുത്തോണ്ടുള്ള ഇൻഷാ അല്ലാഹ് സ്വലാത്ത് കഴിഞ്ഞിട്ട് തങ്ങൾ ഉസ്താദ് നസീഹത്താക്കട്. ആ നസീഹത്ത് കഴിഞ്ഞിട്ട് ഇൻഷാ അല്ലാഹ് തങ്ങൾ ഉസ്താദ് ദ്വയത്തിന് നേതൃത്വം വഹിച്ചിട്ട് അതിൽ പിന്നെ പ്രഗത്ഭ പ്രഭാഷകൻ നല്ല കേരളത്തിലും കർണാടകത്തിലും അറിയപ്പെട്ട കൂറ തങ്ങൾ ഉസ്താദിന്റെ ഏറ്റവും അടുത്ത ആളുമായ ഉസ്മാൻ ജൗഹരി ഇൻഷാ അല്ലാഹ് നമുക്ക് നല്ല സാരവത്തായ വാളുപദേശാക്കിത്തണ്ട്. ഇൻഷാ അല്ലാഹ് തങ്ങൾ ഉസ്താദിനെ നാണ് സ്വലാത്ത് ഗബനായിട്ട് ആഹ്വാനാക്കേണ്ടത്. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. اغفرني آمين. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق من شر غاسق إذا وقب من شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. أستغفر الله العظيم. 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 أستغفر الله العظيم.
أستغفر الله العظيم 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 إلهي أنت مقصودي ورضاك مطلوبي إلهي أنت مقصودي ورضاك مطلوبي أنت مقصودي ورضاك مطلوبي إلهي أنت مقصودي ورضاك مطلوبي أنت مقصودي ورضاك مطلوبي إلهي أنت مقصودي ورضاك مطلوبي جددوا إيمانكم ونوروا قلوبكم وزينوا ألسنتكم بقوله لا إله إلا الله 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 إلهي أنت مقصودي ورضاك مطلوبي 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 اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد
وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. أنت مقصودي ورضاك مطلوبي. إلهي أنت مقصودي ورضاك مطلوبي. ورضاك مطلوبي. إلهي أنت مقصودي ورضاك مطلوبي. أنت مقصودي ورضاك مطلوبي. إلهي أنت مقصودي ورضاك مطلوبي. اللهم صل على محمد يا رب صل عليه وسلم. اللهم صل على سيدنا محمد يا رب صل عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم.
اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على سيدنا يا رب صل عليه عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم أنت مقصودي ورضاك مطلوبي إلهي أنت مقصودي ورضاك مطلوبي إلهي أنت مقصودي ورضاك مطلوبي إلهي أنت مقصودي ورضاك إلهي أنت مقصودي ورضاك مطلوبي إلهي أنت مقصودي ورضاك مطلوبي يا حي يا قيوم 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 يا أنت مقصودي ورضاك مطلوبي إلهي أنت مقصودي ورضاك مطلوبي إلهي أنت مقصودي ورضاك مطلوبي إلهي أنت مقصودي ورضاك مطلوبي مقصودي ورضاك مطلوبي إلهي أنت مقصودي ورضاك مطلوبي الصلاة والسلام عليك يا سيدي يا رسول الله خذ بيدي قلت هيلتي أدركني يا رسول الله الصلاة والسلام عليك يا سيدي يا رسول الله خذ بيدي قلت حيلتي السلام عليك يا سيدي يا رسول الله خذ بيدي قلت هيلتي أدركني يا رسول الله السلام عليك يا سيدي يا رسول الله خذ بيدي قلت الصلاة والسلام عليك يا سيدي يا رسول الله خذ بيدي قلت هيلتي أدركني يا رسول الله والسلام عليك يا سيدي يا رسول الله
خذ بيدي قلت حيلتي الصلاة والسلام عليك يا سيدي يا رسول الله خذ بيدي قلت حيلتي أدركني يا رسول الله والسلام عليك يا سيدي يا رسول الله خذ بيدي الصلاة والسلام عليك يا سيدي يا رسول الله خذ بيدي قلت حيلتي أدركني يا رسول الله والسلام عليك يا سيدي يا رسول الله خذ بيدي قلت حيلتي الصلاة والسلام عليك يا سيدي يا رسول الله خذ بيدي قلت حيلتي أدركني يا رسول الله والسلام عليك يا سيدي يا رسول الله خذ بيدي قلت حيلتي الصلاة والسلام عليك يا سيدي يا رسول الله خذ بيدي قلت حيلتي أدركني يا رسول الله الصلاة والسلام يا سيدي يا رسول الله خذ بيدي قلت حيلتي الصلاة والسلام عليك يا سيدي يا رسول الله خذ بيدي قلت حيلتي أدركني يا رسول الله الله أكبر الله أكبر الله أكبر الله أكبر أشهد أن لا إله إلا الله أشهد أن لا إله إلا الله أشهد أن محمدا رسول الله أشهد أن محمدا رسول الله حي على الصلاة حي على الصلاة حي على الفلاح حي على الفلاح الله أكبر الله أكبر لا إله إلا الله الله لا إله إلا الحي لا تأخذه سنة له ما في السماء وما في الأرض لا يشبه له إلا بإني أعلم ما بين خلفهم ولا يمكن بشيء من نعم وسع كرسيه السماوات والأرض
الصلاة والسلام عليك يا سيدي يا رسول الله خذ بيدي قلت هيلتي أدركني يا رسول الله الصلاة والسلام عليك يا سيدي يا رسول الله خذ بيدي قلت حيلتي الصلاة والسلام عليك يا سيدي يا رسول الله خذ بيدي قلت هيلتي أدركني يا رسول الله الصلاة والسلام عليك يا سيدي يا رسول الله خذ بيدي قلت حيلتي أدركني يا رسول الصلاة الله والسلام عليك يا سيدي يا رسول الله خذ بيدي قلت هيلتي أدركني يا رسول الله الصلاة والسلام عليك يا سيدي يا رسول الله خذ بيدي قلت حيلتي أدركني يا رسول الله بفضل صلى الله على محمد صلى الله عليه وسلم 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 اللهم صل على محمد يا رب صل عليه وسلم رحمنا يا رب നിന്റെ ഹബീബായ മുത്ത് മുസ്തഫ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിലാണ് ഇവിടെ ദിക്റും സ്വലാത്ത് ഖുർആൻ ശരീഫ് റഹ്മാനെ നീ സ്വീകരിക്കണം റഹ്മാനെ നീ ഖബൂൽ ചെയ്യണം റഹ്മാനെ നീ ഖായിബകല്ല അല്ലാഹ് യോദി എന്നെ മിഥല സവാബ് ഇവിടെ കറക്കുന്ന മുഴുവൻ ഔലിയാക്കന്മാർ സ്വാലിഹീങ്ങൾ സാദാതീങ്ങൾ അഹ്ലു ബൈത്ത് അവരെ ഹളറത്തിലേക്ക് ഇതിന്റെ മിഥല സവാബ് നീ എത്തിച്ചു കൊടുക്കണം റഹ്മാനെ നീ എത്തിച്ചു കൊടുക്കണം റഹ്മാനെ നീ എത്തിച്ചു കൊടുക്കണം റഹ്മാനെ പോരാ ഞങ്ങൾക്കെല്ലാം നേതൃത്വവും ഇവിടുത്തെ എല്ലാ നേതൃത്വമാകുന്ന താജുൽ ഉലമായി അസ്സയ്യിദ് അബ്ദുർറഹ്മാൻ അൽ ബുഖാരി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് അവിടുത്തെ ഹളറത്തിലേക്ക് ഞങ്ങൾ ഓതിയെല്ലാം ഹദിയ ചെയ്യുന്നു റബ്ബേ നീ സ്വീകരിക്കണം റഹ്മാനെ നീ ഖബൂൽ ചെയ്യണം റഹ്മാനെ നീ ഖായിബകല്ല അല്ലാഹ് പോരാ ശേഷം അവിടുത്തെ നേതൃത്വം നിന്ന ഖുറത്തു സാദാത്ത് സയ്യിദ് ഫദൽ ഖായം അൽ ബുഖാരി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് റബ്ബേ അവിടുത്തേക്ക് ഇതിന്റെ മിഥല സവാബ് നീ എത്തിച്ചു കൊടുക്കണം റഹ്മാനെ ഞങ്ങൾ എല്ലാം അവിടത്തേക്ക് ഹദിയ ചെയ്യുന്നു അല്ലാഹ് നീ സ്വീകരിക്കണം റഹ്മാനെ നീ ഖബൂൽ ചെയ്യണം റഹ്മാനെ നീ ഖായിബകല്ല അല്ലാഹ് പോരാ ഇവിടെ ഒരുമിച്ച് കൂടിയ മുഴുവൻ മുഅ്മിനീങ്ങൾ മുഅ്മിനാത്ത് അവരിൽ നിന്ന് മരണപ്പെട്ടുപോയ മാതാപിതാക്കൾ ജ്യേഷ്ഠന്മാർ കുടുംബക്കാർ ഉസ്താദന്മാർ മരണപ്പെട്ടുവരുണ്ടെങ്കിൽ അവരെ ഹളറത്തിലേക്ക് ഇതിന്റെ മിഥല സവാബ് നീ എത്തിച്ചു കൊടുക്കണം റഹ്മാനെ നീ എത്തിച്ചു കൊടുക്കണം അല്ലാഹ് പോരാ ഇവിടുത്തെ എല്ലാം നേതൃത്വം നിന്ന് ഈ സ്ഥാപനത്തിന് വേണ്ടി നേതൃത്വം നിന്ന് മരണപ്പെട്ടു വരെ ഹളറത്തേക്കും ഇതിന്റെ മിഥല സവാബ് നീ എത്തിച്ചു കൊടുക്കണം റഹ്മാനെ നീ എത്തിച്ചു കൊടുക്കണം റഹ്മാനെ നീ എത്തിച്ചു കൊടുക്കണം റഹ്മാനെ പോരാ ഒരുപാട് മുഅ്മിനീങ്ങൾ മുഅ്മിനാത്ത് ഞങ്ങളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് മാതാപിതാക്കൾ ജ്യേഷ്ഠന്മാർ കുടുംബക്കാർ ഉസ്താദന്മാർ മക്കളെല്ലാം മരണപ്പെട്ടു പോയവര് അവരെ ഹളറത്തിലേക്ക് ഇതിന്റെ മിഥല സവാബ് നീ എത്തിച്ചു കൊടുക്കണം റഹ്മാനെ നീ എത്തിച്ചു കൊടുക്കണം അല്ലാഹ്
എത്തിച്ചു കൊടുക്കണം റഹ്മാനെ. റഹ്മാനായ റബ്ബേ, വല്ല പാകപ്പിഴവുകൾ തെറ്റുകൾ ഓതി നിന്ന് ചൊല്ലി വന്നു പോയിട്ടുണ്ടെങ്കിൽ നീ പൊരുത്തപ്പെട്ട് മാഫാക്കി തരണം അല്ലാഹ്. അത് കാരണമായി സ്വീകരിക്കാത്ത മജ്ലിസോ സ്വീകരിക്കാത്ത അമലോ നീയാക്കല്ല റഹ്മാനെ. നീ സ്വീകരിക്കുന്ന മജ്ലിസാക്കണം റഹ്മാനെ. നീ സ്വീകരിക്കുന്ന അമലാക്കണം റഹ്മാനെ. നീ സ്വീകരിക്കുന്ന മജ്ലിസാക്കണം റഹ്മാനെ. റഹ്മാനെ, വല്ല വാക്കാനോ പ്രവർത്തിയാനോ ചിന്തയാനോ വല്ല അതബുകോട് പൊരുത്തക്കേട് ഞങ്ങളടുത്ത് വന്നു പോയിട്ടുണ്ടെങ്കിൽ ഈ മജ്ലിസിൽ നിന്ന് ഞങ്ങൾക്ക് നീ പൊരുത്തപ്പെട്ട് മാഫാക്കി തരണം റഹ്മാനെ. അത് കാരണമായി സ്വീകരിക്കാത്ത മജ്ലിസാക്കല്ല അല്ലാഹ്. നീ സലാമത്താക്കി തരണം റഹ്മാനെ. റഹ്മാനെ, ഞങ്ങൾ പാപികളാണ്, ദോഷികളാണ്, 24 മണിക്കൂറും ദോഷം ചെയ്ത് നടക്കാനും റഹ്മാനെ. ഞങ്ങൾക്ക് നീ പൊരുത്തപ്പെട്ട് മാഫാക്കി തരണം അല്ലാഹ്. ഞങ്ങൾ ചെയ്ത എല്ലാ ചെറുതും വലുതുമായ തെറ്റുകുറ്റങ്ങൾ നീ പൊരുത്തപ്പെട്ട് മാഫാക്കി തരണം റഹ്മാനെ. റബ്ബേ, കണ്ണാന ദോഷം, ചെവിയാന ദോഷം, കൈകാല ദോഷം നീ പൊരുത്തപ്പെട്ട് മാഫാക്കി തരണം അല്ലാഹ്. റബ്ബേ, ഞങ്ങൾക്ക് നീ പൊരുത്തപ്പെട്ട് മാഫാക്കി തരണം റഹ്മാനെ. നീ പൊരുത്തപ്പെട്ട് മാഫാക്കി തരണം റഹ്മാനെ. റഹ്മാനെ, ഒരുപാട് മുഅ്മിനീങ്ങൾ മുഅ്മിനാത്ത് ഞങ്ങളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട്. അവരുടെ പേരും നോടും നാടും നിനക്കറിയാം റബ്ബേ. അവരെല്ലാം ഹലാലായ ഉദ്ദേശം നീ പൂർത്തീകരിച്ചു കൊടുക്കണം റഹ്മാനെ. ഈ മജ്ലിസിൽ തന്നെ പല രൂപത്തിലും പല നിലക്ക് സഹായം സഹകരിച്ചവർ ദുആ കൊണ്ട് വസിയത്തിന് അല്ലാഹ് അവരുടെ ഉദ്ദേശവും നീ പൂർത്തീകരിച്ചു കൊടുക്കണം റഹ്മാനെ. നീ പൂർത്തീകരിച്ചു കൊടുക്കണം അല്ലാഹ്. ഈ മജ്ലിസിന്റെ ബഹുമാനം കൊണ്ട് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ബർക്കത്ത് കൊണ്ടും അവിടുത്തെ സ്വനാത്തിന്റെ ബർക്കത്ത് കൊണ്ടും അതുപോലെ റബ്ബേ ഈ മജ്ലിസിന്റെ ബഹുമാനം കൊണ്ടും ബദരിയത്തിന്റെ ബർക്കത്ത് കൊണ്ടും അതുപോലെ റബ്ബേ ഇവിടെ കൂടെ ഒരുമിച്ച് കൂടെ മുഴുവൻ മുതഅല്ലിമീങ്ങൾ ഇൽമിന്റെ ഫളല് കൊണ്ടും അല്ലാഹ് ഞങ്ങൾ ഓരോരുത്തരെയും ഹലാലായ ഉദ്ദേശം നീ പൂർത്തീകരിച്ചു തരണം റഹ്മാനെ. പോരാ, ഈമാനും നീ സലാമത്താക്കി തരണം അല്ലാഹ്. ഈമാനും നീ സലാമത്താക്കി തരണം റഹ്മാനെ. ഈമാനും നീ സലാമത്താക്കി തരണം റഹ്മാനെ. റഹ്മാനായ റബ്ബേ, മാരകമായ രോഗം പിടിപെട്ട് കിടക്കുന്ന എത്രയോ മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുണ്ട് ഈ മജ്ലിസിൽ തന്നെ. മാതാപിതാക്കൾ, ജ്യേഷ്ഠന്മാർ, കുടുംബക്കാർ, ഉസ്താദന്മാർ മാരകമായ രോഗം പിടിപെട്ട് കിടക്കുന്ന ഹോസ്പിറ്റലിലും വീടുകളിലും അല്ലാതെ കഴിയുന്നവരുണ്ട്. ഈ മജ്ലിസിലുള്ളവരുമുണ്ട്. റബ്ബേ, നീ ശിഫ കൊടുക്കണം റഹ്മാനെ. നീ സലാമത്ത് നൽകി കൊടുക്കണം അല്ലാഹ്. ക്ഷമിക്കാനുള്ള ക്ഷമ നൽകണം റഹ്മാനെ. കൊല്ലങ്ങളോളം പെട്ടിലുരുട്ടി കൂടിയുള്ളവരുടെയും അവരുടെയും ഈമാൻ പരീക്ഷിക്കുന്ന അവസ്ഥയിലേക്ക് ഞങ്ങളെ നീ എത്തിക്കല്ല അല്ലാഹ്. ഞങ്ങളെ തൊട്ട് നീ സലാമത്താക്കി തരണം റഹ്മാനെ. റഹ്മാനെ, ക്യാൻസർ പിടിപെട്ട് നീ ശിഫ കൊടുക്കണം റഹ്മാനെ. ക്യാൻസറിൽ തന്നെ പല വിഭാഗത്തിലുള്ളവർ ശരീരത്തിലെ ഓരോ അവയവങ്ങളിലും ക്യാൻസർ ബാധിച്ച് വെട്ടിമുറിക്കപ്പെട്ടവരുണ്ട്. നീ ശിഫ കൊടുക്കണം റഹ്മാനെ. വെട്ടിമുറിച്ച് കീമോന്റെ പറഞ്ഞവരുണ്ട്, അവർക്കും നീ ശിഫ കൊടുക്കണം അല്ലാഹ്. ഓരോ അവയവങ്ങളിലും വന്ന് ആ അവയവങ്ങൾ മാറ്റിവെക്കേണ്ട അവസ്ഥയിലുള്ളവരുമുണ്ട്. റബ്ബേ, നീ ശിഫ കൊടുക്കണം റഹ്മാനെ. ഞങ്ങളെ തൊട്ട് അങ്ങനെയുള്ള മാരകമായ രോഗത്തോട് നീ കാത്തുരക്ഷിക്കണം റഹ്മാനെ. നീ കാത്തുരക്ഷിക്കണം അല്ലാഹ്. നീ കാത്തുരക്ഷിക്കണം റഹ്മാനെ. റഹ്മാനായ റബ്ബേ, ബ്രെയിൻ ട്യൂമർ പിടിപെട്ട് കിടക്കുന്നവർ നീ ശിഫ കൊടുക്കണം റഹ്മാനെ. കിഡ്നി സ്റ്റോൺ ഉള്ളവരെ നീ ശിഫ കൊടുക്കണം അല്ലാഹ്. കിഡ്നി ഫെയിലായി മണിക്കൂർ വെച്ച് ഡയാലിസിസ് ചെയ്യുന്ന എത്രയോ മുഅ്മിനീങ്ങൾ മുഅ്മിനാത്ത് റബ്ബേ, നീ ശിഫ കൊടുക്കണം റഹ്മാനെ. നീ ശിഫ കൊടുക്കണം റഹ്മാനെ. റബ്ബേ, ജസദിലുള്ള ഓരോ അവയവങ്ങളും നീ തന്നു നിന്റെ നിഅമത്തല്ല റബ്ബേ. അല്ലാഹ്, ഞങ്ങൾ നിനക്ക് ശുക്ർ ചെയ്യാത്തതിന്റെ കാരണത്താൽ ഈ നിലക്കുള്ള മാരകമായ രോഗം തന്ന് ഞങ്ങളെ നീ പരീക്ഷിക്കല്ല റഹ്മാനെ. നീ പരീക്ഷിക്കല്ല അല്ലാഹ്. നീ പരീക്ഷിക്കല്ല റഹ്മാനെ. റഹ്മാനായ റബ്ബേ, മൂത്രത്തിൽ പഴുപ്പുള്ളവർ നീ ശിഫ കൊടുക്കണം റഹ്മാനെ. മൂത്രത്തിൽ കല്ലുള്ളവർ നീ ശിഫ കൊടുക്കണം അല്ലാഹ്. മൂത്ര വാർച്ചയുള്ളവർ നീ ശിഫ കൊടുക്കണം റഹ്മാനെ. റബ്ബേ, സെൽഫിൽ തന്നെ പല രൂപത്തിലുണ്ട്. വാർദ്ധക്യ സഹജമായും അല്ലാതെ വരുന്നവർ റബ്ബേ, നീ ശിഫ കൊടുക്കണം റഹ്മാനെ. ജീവിതം മുഴുവനും നജസിലായി ഇബാദത്തിലെല്ലാ കോട്ടം വന്ന് ജനങ്ങളും വശനാകുന്ന രോഗം ഞങ്ങൾക്ക് നീ തരല്ല അല്ലാഹ്. ആ നിലക്കുള്ള ഞങ്ങളെ തൊട്ട് നീ കാത്ത്
രക്ഷിക്കണം റഹ്മാനെ. ഉള്ളവർക്ക് നീ ശിഫ കൊടുക്കണം റഹ്മാനെ. ഉള്ളവർക്ക് നീ സലാമത്ത് നൽകി കൊടുക്കണം റഹ്മാനെ. റഹ്മാനെ സോറിയാസിന്റെ അസുഖമുള്ളവർ നീ ശിഫ കൊടുക്കണം റഹ്മാനെ. രക്തവാദത്തിന്റെ അസുഖമുള്ളവർ നീ ശിഫ കൊടുക്കണം അല്ലാഹ്. ആമവാദത്തിന്റെ അസുഖമുള്ളവർ നീ ശിഫ കൊടുക്കണം റഹ്മാനെ. ആമവാദത്തിന്റെ അസുഖമുള്ള നീ ശിഫ കൊടുക്കണം റഹ്മാനെ. റഹ്മാനായ റബ്ബേ വള്ളപ്പാണ്ട് പിടിച്ചവരുണ്ട്, ഈസാ നബിന്റെ ബർക്കത്ത് കൊണ്ട് നീ ശിഫ കൊടുക്കണം റഹ്മാനെ. നീ സലാമത്ത് നൽകി കൊടുക്കണം അല്ലാഹ്. നീ സലാമത്ത് നൽകി കൊടുക്കണം റഹ്മാനെ. റഹ്മാനായ റബ്ബേ കിഡ്നി സ്റ്റോൺ ഉള്ളവർക്ക് നീ ശിഫ കൊടുക്കണം റഹ്മാനെ. ഹാർട്ട് അറ്റാക്ക് വന്നവർ നീ ശിഫ കൊടുക്കണം റഹ്മാനെ. ഹാർട്ട് ബ്ലോക്ക് അവർ നീ ശിഫ കൊടുക്കണം റഹ്മാനെ. ഹാർട്ട് വീക്ക് അവർ നീ ശിഫ കൊടുക്കണം അല്ലാഹ്. ലങ്സിന് ഇൻഫെക്ഷൻ നീ ശിഫ കൊടുക്കണം റഹ്മാനെ. ബ്ലഡിന് ഇൻഫെക്ഷൻ നീ ശിഫ കൊടുക്കണം റഹ്മാനെ. ക്രിയാറ്റിൻ അധികരിച്ചവർ നീ ശിഫ കൊടുക്കണം റഹ്മാനെ. റബ്ബേ കൊളസ്ട്രോൾ അധികരിച്ചവർ നീ ശിഫ കൊടുക്കണം അല്ലാഹ്. പ്രഷർ അധികരിച്ചവർ നീ ശിഫ കൊടുക്കണം റഹ്മാനെ. നിത്യമായ തലവേദന ഉള്ളവർക്ക് നീ ശിഫ കൊടുക്കണം റഹ്മാനെ. നിത്യമായ തലവേദന നീ ശിഫ കൊടുക്കണം റഹ്മാനെ. റഹ്മാനായ റബ്ബേ അലർജി ഉള്ളവർക്ക് നീ ശിഫ കൊടുക്കണം റഹ്മാനെ. നിത്യമായ ശ്വാസം മുട്ട് അധികരിച്ചവർ റബ്ബേ ചില നിലക്കുള്ള ശൈത്വാനിയത്തിന്റെ ശർറാവാം, റൂഹാനിയത്തിന്റെ ശർറാവാം റബ്ബേ. അങ്ങനെയുള്ള രോഗത്തോടും നീ ശിഫ കൊടുക്കണം റഹ്മാനെ. ഞങ്ങളെ തൊട്ടും നീ സലാമത്താക്കി തരണം അല്ലാഹ്. നീ സലാമത്താക്കി തരണം റഹ്മാനെ. റഹ്മാനെ കണ്ണിൽ നിന്ന് തുളുതുരാ വെള്ളം വരുന്ന നീ ശിഫ കൊടുക്കണം റഹ്മാനെ. കാൽമുട്ടുമേ അതിനുള്ള ശിഫ കൊടുക്കണം റഹ്മാനെ. കൈമുട്ട് പോകുന്ന ശിഫ കൊടുക്കണം റഹ്മാനെ. നിത്യമായ നടുവേദന ഉള്ളവർക്ക് നീ ശിഫ കൊടുക്കണം അല്ലാഹ്. ഇസ്ക പ്രോബ്ലം ഉള്ളവർക്ക് നീ ശിഫ കൊടുക്കണം റഹ്മാനെ. നീ ശിഫ കൊടുക്കണം റഹ്മാനെ. ജസദിലുള്ള ഓരോ അവയവങ്ങളിലും പല നിലക്കുള്ള വേദനകളും അല്ലാതെ മാറാൻ നിലക്കുള്ള രോഗമുള്ളവരുണ്ട് റബ്ബേ. നീ ശിഫ കൊടുക്കണം റഹ്മാനെ. നീ ശിഫ കൊടുക്കണം അല്ലാഹ്. ഒന്നിനൊന്ന് രോഗം ഇങ്ങനെ വൈകവയായി വരുന്നവർ നീ ശിഫ കൊടുക്കണം റഹ്മാനെ. നീ ശിഫ കൊടുക്കണം റഹ്മാനെ. നീ ശിഫ കൊടുക്കണം റഹ്മാനെ. അബ്ബേ തെരുപ്പ് രോഗമുള്ളവർക്ക് നീ ശിഫ കൊടുക്കണം റഹ്മാനെ. അബ്ബേ കണ്ണിന് തിമിരമുള്ളവർക്ക് നീ ശിഫ കൊടുക്കണം അല്ലാഹ്. കാഴ്ച കാണാത്തവർക്ക് നീ കാഴ്ച നൽകി കൊടുക്കണം റഹ്മാനെ. ചെവിയുണ്ട് കേൾവിയില്ലാത്ത കേൾവി പ്രദാനം ചെയ്യണം റഹ്മാനെ. നാവുണ്ട് സംസാരം പ്രദാനം ചെയ്യണം റഹ്മാനെ. ശബ്ദത്തിന് കോട്ടമുള്ളവർക്ക് നീ ശിഫ കൊടുക്കണം അല്ലാഹ്. ശബ്ദത്തിന് കോട്ടമുള്ളവർക്ക് നീ ശിഫ കൊടുക്കണം റഹ്മാനെ. സംസാരത്തിനടച്ചുള്ളവർക്ക് നീ ശിഫ കൊടുക്കണം റഹ്മാനെ. അബ്ബേ സംസാരത്തിനടച്ചവർക്ക് നീ ശിഫ കൊടുക്കണം റഹ്മാനെ. അബ്ബേ സിഹ്റുണ്ട് മാരകമായ രോഗം വരുന്നവരുണ്ട്, വന്നവരുമുണ്ട് അല്ലാഹ്. നീ ശിഫ കൊടുക്കണം റഹ്മാനെ. നീ ശിഫ കൊടുക്കണം റഹ്മാനെ. ശൈത്വാനിയത്തിന്റെയും റൂഹാനിയത്തിന്റെ ശർറ് കൊണ്ട് രോഗം വന്നവര് നീ ശിഫ കൊടുക്കണം റഹ്മാനെ. നീ സലാമത്താക്കി കൊടുക്കണം അല്ലാഹ്. വശപ്പെട്ട ചൊറി അനുഭവിക്കുന്നവർ ചൊറി വന്ന് തൊലി അടർന്നു പോകുന്ന രോഗമുള്ളവർ തങ്ങളെ ബർക്കത്ത് കൊണ്ട് ഈ മജ്ലിസിന്റെ ബഹുമാനം കൊണ്ട് നീ ശിഫ കൊടുക്കണം അല്ലാഹ്. നീ ശിഫ കൊടുക്കണം റഹ്മാനെ. നീ ശിഫ കൊടുക്കണം റഹ്മാനെ. നീ സലാമത്താക്കി കൊടുക്കണം റഹ്മാനെ. റഹ്മാനായ റബ്ബേ പല നിലക്ക് രോഗം വന്നിട്ട് അംഗവൈകല്യമായിട്ടും അല്ലാതെ ജന്മന വന്നവർ റബ്ബേ നീ ഫതഹ് നൽകി കൊടുക്കണം റഹ്മാനെ. നീ സലാമത്താക്കി കൊടുക്കണം അല്ലാഹ്. നീ സലാമത്താക്കി കൊടുക്കണം റഹ്മാനെ. റബ്ബേ ബുദ്ധിക്ക് കോട്ടമുള്ളവർക്ക് നീ ശിഫ കൊടുക്കണം റഹ്മാനെ. വന്ന ബുദ്ധിയുള്ളവർക്ക് നീ ശിഫ കൊടുക്കണം റഹ്മാനെ. തക്ലീഫ് തമ്മീസ് എത്താത്തവർക്ക് നീ നൽകി കൊടുക്കണം റഹ്മാനെ. തക്ലീഫ് തമ്മീസ് നീ നൽകി കൊടുക്കണം റഹ്മാനെ. റബ്ബേ എത്രയോ തമ്മീസും തക്ലീഫും എത്താത്തവരിൽ സുന്നത്ത് കല്യാണം കഴിയാത്ത ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന എത്രയോ ചെറുപ്പക്കാരുണ്ട് അല്ലാഹ്. അവർക്കും നീ സലാമത്താക്കി കൊടുക്കണം റഹ്മാനെ. റബ്ബേ അവരെ വേവലാതി വന്ന് പറഞ്ഞവരെ മാതാപിതാക്കൾ ദുആ കൊണ്ട് വസിയത്ത് റബ്ബേ നീ ശിഫ കൊടുക്കണം റഹ്മാനെ. നീ സലാമത്താക്കി കൊടുക്കണം റഹ്മാനെ. നീ സലാമത്താക്കി കൊടുക്കണം റഹ്മാനെ. അപ്പൊ ഇങ്ങനെ പകർച്ചവ്യാധി പോലത്തെ രോഗങ്ങൾക്ക് നീ ശിഫ നൽകണം റഹ്മാനെ. നീ സലാമത്താക്കി തരണം അല്ലാഹ്. റബ്ബേ കൊറോണ പോലത്തെ രോഗം ഇനിയും വരുമെന്ന് പറയുന്നു കേൾക്കുന്നു റബ്ബേ. നീ ഏത് രോഗം തരുന്നവൻ നീ തന്നെയാണ്, ശിഫയാക്കുന്നതും നീ തന്നെയാണ്. നീ തന്നത് ഞങ്ങൾ സ്വീകരിക്കാമല്ലാതെ ഒരു കഴിയും ഒരു വരല് പോലും ഞങ്ങളെ കൊണ്ട് അനക്കാൻ കഴിയൂല അല്ലാഹ്. റബ്ബേ മാരകമായ രോഗം അതുപോലെ തന്നു ഞങ്ങളെ നീ പരീക്ഷിക്കല്ല റഹ്മാനേ.
നീ പരീക്ഷിക്കല്ല റഹ്മാനെ, നീ പരീക്ഷിക്കല്ല റഹ്മാനെ. റബ്ബേ ലോകം മൊത്തം സ്തംഭിപ്പിച്ച് ഒരു നിലക്കുമില്ലാത്ത ജീവിതം അങ്ങേറ്റ മരട്ട് വരുന്ന ലോകമാക്കിയിട്ടുള്ള അവസ്ഥ ഞങ്ങൾക്ക് നീ നൽകല്ല റഹ്മാനെ, നീ നൽകല്ല അല്ലാഹ്. നീ സലാമത്താക്കി തരണം റഹ്മാനെ, നീ സലാമത്താക്കി തരണം റഹ്മാനെ. ഇങ്ങനെ അറിയപ്പെട്ടതും അറിയപ്പെടാത്തതും പറയപ്പെട്ടതും പറയപ്പെടാത്തതുമായ മാരകമായ രോഗം തന്ന സമ്പത്ത് ഹോസ്പിറ്റൽ ചെലവഴിക്കുന്ന അവസ്ഥയിലേക്ക് ഞങ്ങളോ ഞങ്ങളെ മാതാപിതാക്കളെയോ ജ്യേഷ്ഠന്മാരെയോ കുടുംബക്കാരെയോ ഉസ്താദന്മാരെയോ ഈ മജ്‌ലിസുള്ള ഓരോരുത്തരുമോ അതുപോലെ ഞങ്ങൾ ദുആ കൊണ്ട് വസിയത്ത് ഒരാളെയും ആ ഒരവസ്ഥയിലേക്ക് നീ എത്തിക്കല്ല റഹ്മാനെ, നീ എത്തിക്കല്ല അല്ലാഹ്. മാരകമായ രോഗം തന്നെ ഞങ്ങളെ നീ പരീക്ഷിക്കല്ല റഹ്മാനെ, ഞങ്ങളെ നീ പരീക്ഷിക്കല്ല റഹ്മാനെ, ഞങ്ങളെ നീ പരീക്ഷിക്കല്ല റഹ്മാനെ. റഹ്മാനായ റബ്ബേ സ്ട്രോക്ക് പോലത്തത് ഇപ്പോൾ അധികരിക്കുന്ന രോഗമാണ് അല്ലാഹ്. പെട്ടെന്ന് ബ്രെയിൻ സ്ട്രോക്ക് വന്നു കൈകാലുകൾ തളർച്ചയും അല്ലാതെ ബോധരഹിതമായിട്ടും ബോധക്ഷയം വന്നിട്ടും പിന്നീട് ഒരു നിലക്കും ഒരു അവസ്ഥയും ഇല്ലാതെ കോമയിനായിട്ടും ബോധമില്ലാതെ കടക്കുന്ന എത്രയോ മുഅ്മിനീങ്ങൾ മുഅ്മിനാത്ത് ഞങ്ങളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത റഹ്മാനായ റബ്ബേ നീ ശിഫ കൊടുക്കണം റഹ്മാനെ, നീ സലാമത്താക്കി കൊടുക്കണം അല്ലാഹ്. അങ്ങനെയുള്ള രോഗത്തോട് ഞങ്ങളെ നീ കാത്തുരക്ഷിക്കണം റഹ്മാനെ, നീ കാത്തുരക്ഷിക്കണം റഹ്മാനെ, നീ കാത്തുരക്ഷിക്കണം റഹ്മാനെ. ഞങ്ങളെ തൊട്ട് നീ കാത്തുരക്ഷിക്കണം റഹ്മാനെ. അപ്പൊ ഞങ്ങളെ ചെല്ലുന്ന ദിക്ർ സ്വലാത്ത് ഖുർആൻ ഷരീഫ് നീ സ്വീകരിക്കുന്ന അമലാക്കണം റഹ്മാനെ, നിന്റെ അടുക്കൽ വലിച്ചെറിയുന്ന അമലാക്കല്ല അല്ലാഹ്. യോതുന്നതിന്റെ എല്ലാം ഫദ്ല് കൊണ്ട് ഇങ്ങനെയുള്ള മാരകമായ രോഗങ്ങളെ തൊട്ട് നീ സലാമത്താക്കി തരണം റഹ്മാനെ, നീ സലാമത്താക്കി തരണം അല്ലാഹ്. ഞങ്ങളെ ദിക്റൊന്നാവാക്കണം റഹ്മാനെ, സ്വലാത്തൊന്നാവാക്കണം റഹ്മാനെ, ഖുർആൻ ശരീഫ് ഒന്നാവാക്കണം റഹ്മാനെ, ഖുർആൻ ശരീഫ് ഒന്നാവാക്കണം റഹ്മാനെ. വേണ്ടാത്തരം ബടക്കത്തരം ഫിത്ന പറയുന്ന നാവ് നീയാക്കല്ല അല്ലാഹ്, വേണ്ടാത്തരം ബടക്കത്തരം ഫിത്ന പറയുന്ന നാവ് നീയാക്കല്ല റഹ്മാനെ. റബ്ബേ ദുആ നീ സ്വീകരിക്കണം റഹ്മാനെ, ദുആ നീ ഖായിബാക്കല്ല അല്ലാഹ്. റഹ്മാനായ റബ്ബേ സിഹ്റന്മാരെ സിഹ്റിനെ തൊട്ട് നീ കാത്തുരക്ഷിക്കണം റഹ്മാനെ. സിഹ്ർ ആര് ചെയ്തുവോ ചെയ്തവരിലേക്ക് തന്നെ നീ മടക്കാം റഹ്മാനെ. റബ്ബേ സിഹ്ർ കൊണ്ട് സുന്നത്തമാത്തിന്റെ സ്ഥാപനം നീ നശിപ്പിക്കല്ല അല്ലാഹ്. സിഹ്ർ കൊണ്ട് സുന്നത്തമാത്തിന്റെ മഹല്ലത്ത് ഫിർഖത്താക്കല്ല റഹ്മാനെ. സിഹ്ർ കൊണ്ട് സുന്നത്തമാത്തിന്റെ ആലിമീങ്ങൾ സയ്യിദന്മാർ തമ്മിൽ നീ ഫിർഖത്താക്കല്ല റഹ്മാനെ. സിഹ്ർ കൊണ്ട് സുന്നത്തമാത്തിന്റെ സയ്യിദന്മാർ ആലിമീങ്ങളെ നീ നശിപ്പിക്കല്ല റഹ്മാനെ. സിഹ്ർ കൊണ്ട് പള്ളി ദർശനം നഷ്ടപ്പെടുത്തല്ല റഹ്മാനെ. സിഹ്ർ കൊണ്ട് കച്ചവടം നഷ്ടപ്പെടുത്തല്ല റഹ്മാനെ. സിഹ്ർ കൊണ്ട് ബിസിനസ് നഷ്ടപ്പെടുത്തല്ല റഹ്മാനെ. സിഹ്ർ കൊണ്ട് വാഹന മുതൽ നഷ്ടപ്പെടുത്തല്ല റഹ്മാനെ. സിഹ്ർ കൊണ്ട് ഭാര്യ ഭർത്ത ജീവിതത്തിൽ നീ ഫിർഖത്ത് നൽകല്ല അല്ലാഹ്. സിഹ്ർ കൊണ്ട് ജ്യേഷ്ഠന്മാർ തമ്മിൽ ബന്ധം നീ ഫിർഖത്താക്കല്ല റഹ്മാനെ. സിഹ്ർ കൊണ്ട് മക്കളെ മാതാപിതാക്കളെ ബന്ധം നീ ഫിർഖത്താക്കല്ല അല്ലാഹ്. റബ്ബേ സിഹ്ർ കൊണ്ട് ചെയ്യുന്ന ജോലിയിൽ നീ തടസ്സം നീ വരുത്തിക്കല്ല റഹ്മാനെ. റബ്ബേ സിഹ്ർ കൊണ്ട് കൈകാലുകൾ തളർച്ച നീ തരല്ല റഹ്മാനെ. സിഹ്ർ കൊണ്ട് മാരകമായ രോഗം നീ വരുത്തിക്കല്ല റഹ്മാനെ. സിഹ്ർ കൊണ്ട് ശൈത്വാനിയത്തിന്റെയും റുഹാനിയത്തിന്റെ ശറും നീ വരുത്തിക്കല്ല റഹ്മാനെ. റബ്ബേ സിഹ്ർ കൊണ്ട് ഇവിടുത്തെ ദർസുകളും ഇവിടുത്തെ സ്ഥാപനങ്ങളും അതുപോലെ ഞങ്ങളെ സുന്നത്തമാത്തിന്റെ സ്ഥാപനങ്ങളും ഞങ്ങളെ പള്ളി ദർസും ഞങ്ങളെ താജുൽമന്റെ അവിടുത്തെ ദർസും കൂടുതൽ മക്കർ മർക്കദ് സഅദിയ ഞങ്ങളെ സ്ഥാപനങ്ങൾ പഠിച്ച സ്ഥാപനങ്ങൾ സിഹ്ർ കൊണ്ട് നീ നഷ്ടപ്പെടുത്തല്ല റഹ്മാനെ. സിഹ്ർ കൊണ്ട് നീ നഷ്ടപ്പെടുത്തല്ല അല്ലാഹ്. സിഹ്ർ കൊണ്ട് അവിടെ പഠിക്കുന്ന മുതഅല്ലിമീങ്ങൾക്ക് അവിടെ പ്രവർത്തിക്കുന്ന സ്റ്റാഫുകൾക്ക് അവിടെ പഠിപ്പിക്കുന്ന മുദരീസന്മാർക്ക് മാരകമായ രോഗങ്ങളും പല നിലക്കുള്ള അലസതകളും പഠനത്തോടുള്ള അലസതകളും നീ നൽകല്ല റഹ്മാനെ. നീ സലാമത്താക്കി തരണം അല്ലാഹ്. ആര് ചെയ്തവരിലേക്ക് തന്നെ നീ മടക്കണം റഹ്മാനെ. നീ ചെയ്തവരിലേക്ക് തന്നെ നീ മടക്കണം റഹ്മാനെ. ഞങ്ങളെ നീ വിദൂരപ്പെടുത്തി തരണം അല്ലാഹ്. അലകവരെ നീ നേർവയിലാക്കി തരണം റഹ്മാനെ. അലകവരെ നീ നേർവയിലാക്കി തരണം റഹ്മാനെ. അബ്ബേ സിഹ്ർ ഞങ്ങൾ ബാത്തിനാകുന്ന കാര്യമല്ല. ഞങ്ങളൊന്ന് ഖുർആൻ ശരീഫിന്റെ ബർക്കത്ത് കൊണ്ട് ദിക്റിന്റെ ബർക്കത്ത് കൊണ്ട് സ്വലാത്തിന്റെ ബർക്കത്ത് കൊണ്ട് റബ്ബേ നീ ബാത്തിനാക്കി തരണം റഹ്മാനെ.
നീ ബാത്തിലാക്കി തരണം റഹ്മാനെ. റബ്ബേ ദുആ നീ സ്വീകരിക്കണം റഹ്മാനെ. ദുആ നീ ഖായിബാക്കല്ല അല്ലാഹ്. എത്രയോ പ്രവാസികൾ ഞങ്ങളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട്. അവരെ പേരും വീടും നാടും നിനക്കറിയാം റബ്ബേ. അല്ലാഹ് ഈ മജ്‌ലിസിലുള്ളവരുടെ മാതാപിതാക്കൾ, ജ്യേഷ്ഠന്മാർ, കുടുംബക്കാർ, പ്രവാസി വഹിക്കുന്നവരുണ്ട്. അവർക്കും നീ ഫത്ഹ് നൽകി കൊടുക്കണം റഹ്മാനെ. നീ സലാമത്താക്കി കൊടുക്കണം അല്ലാഹ്. എത്രയോ കച്ചവടവും ബിസിനസ്സും ചെയ്യും ജോലിയിലുള്ള പ്രവാസികളും അവർക്കെല്ലാം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് നീ ഫത്ഹ് നൽകി കൊടുക്കണം റഹ്മാനെ. അവരെ കച്ചവടത്തിൽ ബർക്കത്ത് കൊടുക്കണം റഹ്മാനെ. ബിസിനസ്സിൽ ബർക്കത്ത് കൊടുക്കണം റഹ്മാനെ. ജോലിയിൽ ബർക്കത്ത് കൊടുക്കണം റഹ്മാനെ. കൂട്ടുകുടുംബ ജീവിതത്തിൽ നീ ബർക്കത്ത് കൊടുക്കണം അല്ലാഹ്. നീ സലാമത്താക്കി തരണം റഹ്മാനെ. എത്രയോ പ്രവാസികൾ തൊഴിലില്ലായ്മ, അതുപോലെ തന്നെ വിസയില്ലായ്മ, അതുപോലെ തന്നെ പാസ്പോർട്ട് എക്സ്പയർ ആകും, അങ്ങനെ പല നിലക്കും നിയമത്തിന്റെ പേരിൽ പലതും പറഞ്ഞിട്ട് ജയിലിലകപ്പെട്ടിട്ട് അല്ലാതെ കഴിയുന്നവരും നീ സലാമത്താക്കി കൊടുക്കണം റഹ്മാനെ. പല കള്ളക്കേസും ചെക്ക് കേസിലകപ്പെട്ടു അവിടെ വിദേശ നാടുകളിൽ റബ്ബേ ജയിലിലും അല്ലാതെ നാട്ടിലേക്ക് വരാൻ പറ്റാത്ത അവസ്ഥയുണ്ട്. അല്ലാഹ് ബദരീങ്ങളുടെ ബർക്കത്ത് കൊണ്ട് ഈ മജ്‌ലിസിന്റെ ബഹുമാനം കൊണ്ട് റബ്ബേ അവർക്ക് പെട്ടെന്ന് തന്നെ നീതി വിധിച്ചു കൊടുത്ത് അഹലുകാരെ കാണാൻ നീ തൗഫീഖ് നൽകണം റഹ്മാനേ. നീ തൗഫീഖ് നൽകണം റഹ്മാനേ. നീ തൗഫീഖ് നൽകണം റഹ്മാനേ. റബ്ബേ ദുആ നീ സ്വീകരിക്കണം റഹ്മാനേ. دعاء നീ ഖായിബാക്കല്ല അല്ലാഹ്. ദുആ നീ ഖായിബാക്കല്ല റഹ്മാനേ. ദുആ നീ ഖായിബാക്കല്ല റഹ്മാനേ. റഹ്മാനായ റബ്ബേ ഞങ്ങൾ പഠിച്ച സ്ഥാപനങ്ങൾ, ഞങ്ങൾ ദാദുൽ മന്റെ പഠിത്ത ദറസ്, സൂറത്ത് ദറസ്, അൽ മക്കർ മർകദ് സഅദിയ പോലത്തെ സ്ഥാപനങ്ങൾ ദറസ്, അതുപോലെ ഇവിടുത്തെ ദറസ് ദഅവാ കോളേജ് മറ്റ് നടക്കുന്ന സംരംഭങ്ങളും എല്ലാ സുന്നത്ത് ജമാഅത്തിന്റെ അങ്ങനെ അതിനോടനുബന്ധിച്ചെടുക്കുന്ന സംരംഭങ്ങളും സ്ഥാപനങ്ങളും നീ ഖിയാമം വരെ നിലനിർത്തി തരണം റഹ്മാനേ. നീ ഖിയാമം വരെ നിലനിർത്തി തരണം അല്ലാഹ്. റബ്ബേ നിന്റെ മഹാന്മാരുടെ സഹായം, ബദരീങ്ങളുടെ സഹായം, അതുപോലെ താജുൽ ഉലമ ഖുറത്തു സബാത്ത് അവരെല്ലാം നേതൃത്വം തന്ന സ്ഥാപനങ്ങളും റബ്ബേ അവരെല്ലാം സഹായം ജീവിതത്തിലൂടെ നീളം ഞങ്ങൾക്കും ആ സ്ഥാപനത്തിനും നീ നൽകണം റഹ്മാനേ. നീ നൽകണം അല്ലാഹ്. അവിടത്തേക്കുള്ള അദബുകളോ പൊരുത്തക്കേടോ മുതഅല്ലിമീങ്ങളുടെ ഭാഗത്തുനിന്നോ നിന്റെ അഹ്ലുകാരുടെ ഭാഗത്തുനിന്നോ നീ നൽകല്ല റഹ്മാനേ. ഞങ്ങളെ തൊട്ട് നീ സലാമത്താക്കി തരണം അല്ലാഹ്. അതിന്റെ പൊരുത്തക്കേട് കാരണമായി ഞങ്ങളുടെ ജീവിതത്തിൽ എല്ലാ നിലക്കുള്ള കഷ്ടപ്പാട് അനുഭവിക്കുന്ന അവസ്ഥയിലേക്ക് നീ എത്തിക്കല്ല റഹ്മാനേ. നീ സലാമത്താക്കി തരണം അല്ലാഹ്. നീ സലാമത്താക്കി തരണം റഹ്മാനേ. റബ്ബേ ദുആ നീ സ്വീകരിക്കണം റഹ്മാനേ. ദുആ നീ ഖായിബാക്കല്ല അല്ലാഹ്. റഹ്മാനായ റബ്ബേ എത്രയോ സഫർ പോകുന്നവർ റബ്ബേ ട്രെയിൻ, ബസ്, കാർ, ഓട്ടോ പോലത്തെ വാഹനത്തിൽ റബ്ബേ സഫറും സിയാറത്തും ദീന്റെ ഖുദ്മത്തും അതുപോലെ തന്നെ മക്കളും സ്കൂൾ മദ്രസയിൽ പോകുന്നത് എല്ലാം വാഹനത്തിൽ റബ്ബേ ഞങ്ങളെല്ലാം വാഹനത്തിൽ യാത്ര ചെയ്യുന്നു അല്ലാഹ്. ഉദ്ദേശമത് ഞങ്ങളെ നീ എത്തിക്കണം റഹ്മാനേ. എല്ലാവിധ വാഹന അപകട മരണങ്ങളും നീ കാത്ത് രക്ഷിക്കണം റഹ്മാനേ. നീ കാത്ത് രക്ഷിക്കണം അല്ലാഹ്. നിന്റെ ബദരീങ്ങളുടെ സഹായം, നിന്റെ മഹാന്മാരുടെ സഹായം ജീവിതത്തിലൂടെ ഞങ്ങൾക്ക് നീ നൽകണം റഹ്മാനേ. നീ നൽകണം അല്ലാഹ്. നീ നൽകണം റഹ്മാനേ. റഹ്മാനായ റബ്ബേ ബിസിനസ് തുടങ്ങാൻ ഉദ്ദേശിച്ചവരുണ്ട്, ലൈസൻസ് കിട്ടാത്തതും അതുപോലെ തന്നെ പല നിലക്കുള്ള നിയമത്തിന്റെ കുരുക്കുകളുള്ളവർ അവർക്കും പെട്ടെന്ന് നീ ഫത്ഹ് നൽകി കൊടുക്കണം റഹ്മാനേ. പോരാ തുടങ്ങി കൊടുത്ത് ആ കുട്ടിയ സമ്പത്തിൽ നിന്ന് നിന്റെ ദീന്റെ ഖിദ്മത്ത് ചെലവഴിക്കാൻ അവർക്കും ഞങ്ങൾക്കും നീ തൗഫീഖ് നൽകണം അല്ലാഹ്. പിശുക്കത്തരം കാണിച്ച് മുതലതിരെ ഞങ്ങൾക്കെതിരെ പ്രവർത്തിക്കുന്ന അവസ്ഥയിലേക്ക് നീ എത്തിക്കല്ല റഹ്മാനേ. നീ എത്തിക്കല്ല അല്ലാഹ്. നീ സലാമത്താക്കി തരണം റഹ്മാനേ. ദുആ നീ സ്വീകരിക്കണം റഹ്മാനേ. ദുആ നീ ഖായിബാക്കല്ല അല്ലാഹ്. റബ്ബേ ഞങ്ങളിന്ന് മരണപ്പെട്ടുപോയ മുഴുവൻ മുഅ്മിനീങ്ങളും മുഅ്മിനാത്തും ഈ മജ്‌ലിസിൽ നിന്ന് മരണപ്പെട്ടുപോയ മാതാപിതാക്കളും ജ്യേഷ്ഠന്മാർ, കുടുംബക്കാർ, ഉസ്താദന്മാർ ബർസഖിയായ ജീവിതം അവർക്ക് ഞങ്ങൾ ദുആ സന്തോഷാക്കി തരണം റഹ്മാനേ. അവരെ ഖബർ ഞങ്ങൾ ഖബർ നീ സ്വർഗ്ഗത്താക്കി തരണം അല്ലാഹ്. അവരെ ഖബർ ഞങ്ങൾ ഖബർ നീ ഖുദ്സാക്കല്ല റഹ്മാനേ. അവരെ ഖബർ ഞങ്ങൾ ഖബർ നീ തീയാലും പുകയാലും നീയാക്കല്ല റഹ്മാനേ.
അവരെ ഖബർ ഞങ്ങളെ ഖബർ നൂറാനിയത്തോടെ നീ പുതുക്കണം റഹ്മാനെ റബ്ബേ അവരെ ഖബർ ഞങ്ങളെ ഖബർ നൂറാനിയത്തോടെ നീ പുതുക്കണം റഹ്മാനെ റബ്ബേ അവരെ ഖബർ ഞങ്ങളെ ഖബർ നിന്റെ നൂറാനിയത്തോടെ നീ പുതുക്കണം റഹ്മാനെ റബ്ബേ ഖബർ വിജയിച്ചാൽ ആഖിറം വിജയിച്ചു ഖബർ പരാജയപ്പെട്ടാൽ ആഖിറം പരാജയപ്പെട്ടു അല്ലാഹ് ഈ വിജയികളെ കൂടെ ഉൾപ്പെടുത്തണം റഹ്മാനെ നീ പരാജയം നീ പെടുത്തല്ല അല്ലാഹ് റബ്ബേ ആ വിജയത്തിന് വേണ്ടിയാണ് നിമിഷമുള്ള നെട്ടോട്ടമുള്ള ഞങ്ങൾ ഓരോരുത്തരും ജീവിതം നീ സലാമത്താക്കി തരണം റഹ്മാനെ നീ സലാമത്താക്കി തരണം റഹ്മാനെ നീ സലാമത്താക്കി തരണം റഹ്മാനെ റബ്ബേ ദുആ നീ സ്വീകരിക്കണം റഹ്മാനെ ദുആ നീ ഖൈബാക്കല്ല അല്ലാഹ് റഹ്മാനെ എത്രയോ സ്ത്രീകൾ ഞങ്ങളോട് ദുആ കൊണ്ട് വസിയത്ത് ഇടുവരുണ്ട് അവർക്ക് പറയാൻ പറ്റുന്നതും പറ്റാത്തതുമായ രോഗം അനുഭവിക്കുന്നവർ മനസ്സ് കറക്റ്റ് ഇല്ലാത്തതും എല്ലാത്തതും ബന്ധപ്പെട്ടവർ നീ സലാമത്താക്കി കൊടുക്കണം റഹ്മാനെ ശൈത്വാന്റെ ശർറാവാം ഇബ്ലീസിന്റെ റൂഹാനിയത്തിന്റെ ശർറാവാം നീ സലാമത്താക്കി കൊടുക്കണം അല്ലാഹ് നീ സലാമത്താക്കി കൊടുക്കണം റഹ്മാനെ എത്രയോ പ്രായപൂർത്തിയായ പെൺകുട്ടികളുണ്ട് ആൺകുട്ടികളുണ്ട് കല്യാണം കഴിയാൻ നീ ഖൈറായ ജീവിതം നീ നൽകി കൊടുക്കണം റഹ്മാനെ ഖൈറായ സന്താനങ്ങൾ നൽകി കൊടുക്കണം റഹ്മാനെ എത്രയോ പ്രായപൂർത്തിയായ പെൺകുട്ടികൾ എത്രയോ ദമ്പതിമാർ ത്വലാഖ് ഫസ്ഖ് ഖുൽഉ ചെല്ലിയവരുണ്ട് ഖൈറായ ജീവിതം അവർക്കും നീ നൽകണം റഹ്മാനെ ത്വലാഖ് ഫസ്ഖ് ഖുൽഉ വക്തിലെത്തിയവരുണ്ട് അവർക്കും നീ ഖൈറായ ജീവിതം നീ നൽകണം അല്ലാഹ് നീ നൽകണം റഹ്മാനെ റബ്ബേ കാലത്തിനടിസ്ഥാനത്തിൽ കോലം കെട്ടുന്ന ആലിമീങ്ങളായി ഞങ്ങളെ നീ പെടുത്തല്ല റഹ്മാനെ ഉഖറബിയായ ആലിമ് ഇവരെയും ഞങ്ങളെയും നീ ആക്കണം അല്ലാഹ് ഞങ്ങളെ ശിഷ്യന്മാരും സുന്നത്ത് ജമാഅത്തിന്റെ സ്ഥാപനങ്ങളിൽ പഠിക്കുന്ന മുഴുവൻ മുതഅല്ലിമീങ്ങളും മുദർരിസന്മാർ മുഅല്ലിമാർ അല്ലാഹ് അവരെയും ഞങ്ങളെയും നീ ഉഖറബിയായ ആലിമാക്കണം റഹ്മാനെ പേരിന് വേണ്ടിയോ പ്രശസ്തിക്ക് വേണ്ടിയോ പെരുമക്ക് വേണ്ടിയുള്ള ആലിമ് നീയാക്കല്ല അല്ലാഹ് അഹ്ലുസുന്ന വൽ ജമാഅത്ത് അടിയോടത്ത് വിശ്വസിക്കുന്ന കൂട്ടത്തിൽ അവരെയും ഞങ്ങളെയും നീ ഉൾപ്പെടുത്തണം റഹ്മാനെ സുന്നത്ത് ജമാഅത്ത് തുറന്ന് പറയുന്ന കൂട്ടത്തിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണം അല്ലാഹ് നീ ഉൾപ്പെടുത്തണം റഹ്മാനെ ദുആ നീ സ്വീകരിക്കണം റഹ്മാനെ നീ ഖൈബാക്കല്ല അല്ലാഹ് റബ്ബേ കാലത്തിനടിസ്ഥാനത്തിൽ കോലം കെട്ടുന്ന മക്കളായി ഞങ്ങളെ നീ ഉൾപ്പെടുത്തല്ല റഹ്മാനെ നീ സലാമത്താക്കി തരണം അല്ലാഹ് നീ സലാമത്താക്കി തരണം റഹ്മാനെ 17 18 19 20 വയസ്സുള്ള പെൺകുട്ടികളാണ് അമുസ്ലിമീങ്ങളുടെ കൂടെയും നസ്രാനികളുടെ കൂടെയും ജൂതന്മാരുടെ കൂടെയും അന്യവരും പോയിക്കൊണ്ടിരിക്കുന്നു റബ്ബേ എന്തൊരു കാലഘട്ടം അവര് അണുമണി തൂക്കം പോലും ഈമാനില്ലാത്ത കാലഘട്ടം ഞങ്ങളെ പെൺമക്കളൊക്കെ ആൺമക്കളൊക്കെ ഞങ്ങളെ തൊട്ട് ഈമാൻ നീ വർദ്ധിപ്പിച്ചു തരണം റഹ്മാനേ ആ ശൈത്വാന്റെ ശർറിൽ നിന്ന് നീ ദൂരപ്പെടുത്തി തരണം അല്ലാഹ് അങ്ങനെ ഒരു ഇസ്സത്ത് പറിച്ചു കിടന്ന അവസ്ഥ ഞങ്ങൾക്ക് നീ എത്തിക്കല്ല റഹ്മാനെ നീ സലാമത്താക്കി തരണം അല്ലാഹ് റബ്ബേ ത്വലാഖെല്ലാം അധികരിക്കുന്ന കാലഘട്ടം നീ സലാമത്താക്കി തരണം റഹ്മാനെ ഉമ്മുവങ്ങന്മാരെ മാതാപിതാക്കളെ നിങ്ങളോട് പറയുന്നു സാന്ദർഭികം അതേ ത്വലാഖ് അതേ അധികരിക്കുന്ന കാലഘട്ടം എന്റെ ഇതിനെല്ലാം വന്നു പാലം പുതിയതല്ലേ ന്യൂ ടെക്നോളജി അല്ലേ എന്ന് പറഞ്ഞ് വാട്സപ്പും ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം അധികരിച്ച ഒരു കാലഘട്ടം അതിലൂടെ ജീവിക്കുന്ന കാലഘട്ടം ആലിമീങ്ങളും കണക്ക് മൗലമാരും കണക്ക് സയ്യിദന്മാരും കണക്ക് എല്ലാം കണക്ക് തന്നെ നല്ല വണ്ണം ശ്രദ്ധിച്ചു കൊള്ളണം മുഅ്മിനീങ്ങളെ മുഅ്മിനാത്തുകളെ സഹോദരി സഹോദരന്മാരെ അതോ ഏത് ടെക്നോളജി വന്നാലും ദീനിന്റെ നിലപാടുണ്ട് ആ നിലപാട് ഞാനും നിങ്ങൾ അതിന് ഉപയോഗപ്പെടുത്തണം എന്നല്ലാതെ അനക്കും നിങ്ങൾക്ക് തോന്നിയതുപോലെ അതേ ദീനെ മാറ്റി മറിക്കാൻ അല്ലാഹു അധികാരം തന്നില്ല വാട്സപ്പ് ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം എല്ലാ ഫിത്നകളും അധികരിക്കുന്ന കാലഘട്ടം പഴയ കാലഘട്ടത്തിൽ നാവ് കൊണ്ട് ആ ഫിത്ന പറയുന്നുണ്ടെങ്കിൽ ഇന്ന് നാവെല്ലാം ഒതുക്കിപ്പിടിച്ച് അതേ കൈകൊണ്ട് ഷെയർ പോലോത്തതെല്ലാം അയച്ചു കൊടുത്തിട്ടുള്ള ഫിത്നയാണ് അധികരിക്കുന്നത് നല്ലവണ്ണം ആലോചിക്കണം സഹോദരി സഹോദരന്മാരെ വ്യഭിചാരമെല്ലാം അധികരിക്കുന്ന കാലഘട്ടം നഗ്നമായ ഒരു അന്യപുരുഷ അന്യ പെണ്ണിനെ നേരിൽ കാണുന്ന അവസ്ഥയിലേക്ക് ഇന്നത് മാറിക്കഴിഞ്ഞു ഇന്നതിന്റെ സ്ഥാനത്ത് ടെക്നോളജി ആകുന്ന ടെക്നോളജി ഉപയോഗപ്പെടുത്തി അന്യ പുരുഷനെയും അന്യ പെണ്ണിനെയും കാണുന്ന കാലഘട്ടം അതേ വാട്സപ്പിലാവട്ടെ ഫേസ്ബുക്കിലാവട്ടെ ഇൻസ്റ്റാഗ്രാമിലാവട്ടെ നിങ്ങൾ നഗ്നമായ ഫോട്ടോ വീഡിയോ അയച്ചു കൊടുക്കൽ അത് ഹറാമാ
ഓ മാതാപിതാക്കളെ, ഓ സഹോദരി സഹോദരന്മാരെ, മുതഅല്ലിമീങ്ങളെ ശ്രദ്ധിച്ചു കൊള്ളണം. അതേ പുതിയ കാലം യൂട്യൂബ് അല്ലേ എന്ന് ഞാനും നിങ്ങളും ജീവിക്കുന്ന കാലഘട്ടം. യൂട്യൂബ് എന്ത് പറയുന്നു, അതിലെന്ത് പറഞ്ഞു, അതാണ് ശരിയെന്ന് ജീവിക്കുന്ന കാലഘട്ടം. മുഅ്മിനെ ആലോചിച്ചു കൊള്ളണം. അതേ ഓൺലൈനിൽ പലതും പല രൂപത്തിൽ വരും. അതെല്ലാം ശരിയാകണമെന്നില്ല. ഞാനും നിങ്ങൾ പഠിച്ച പണ്ഡിതന്മാരോട് ആലിമീങ്ങളോട് ചോദിച്ച് മനസ്സിലാക്കി കണ്ട് ജീവിക്കണം എന്നല്ലാതെ അതേ ഇപ്പോഴത്തെ ടെക്നോളജി ഉണ്ടല്ലോ അതാണ് എന്ന് ശരിയെന്ന് ഞാനും നിങ്ങൾ വെച്ച് പോകരുത്. അന്യ പെണ്ണിന്റെ അന്യ ഫോട്ടോ അയച്ചു കൊടുക്കല് തനിച്ച ഹറാമല്ലോ, വ്യഭിചാരത്തിന്റെ സ്ഥാനത്തല്ലോ. അതേ ഡാൻസ് പോലോത്തത് കളിച്ച് റീൽസ് പോലോത്തത് അയച്ചു കൊടുത്ത് ആർക്കാണ് മുഅ്മിനെ എന്റെയും നിങ്ങളെയും ജീവിതം, ആരിലേക്കാണ് എന്റെയും നിങ്ങളുടെയും പോക്ക് ആലോചിച്ചു കൊള്ളണം. എനക്കും നിങ്ങൾക്കും തിരിച്ചു പോകേണ്ട ഒരു സ്ഥലമുണ്ട്. അത് ഖബറല്ലോ, രജിസ്ട്രേഷനാക്കിയ നാടല്ലോ. ഏത് ആലിമാണെങ്കിലും, ഏത് സയ്യിദാണെങ്കിലും, ഏത് കുത്തുബാണെങ്കിലും, ഏത് മഹദി പോലോത്തവരാണെന്ന് പേര് വെക്കപ്പെടുന്നവരാണെങ്കിലും, ഏത് ശൈഖന്മാരാണെങ്കിലും, ഏത് കള്ളത്തൊരീക്കത്തിന്റെ ആളാണെങ്കിലും അതേ ഖബറിലേക്ക് പോകേണ്ട അവസ്ഥയുണ്ടോ? ആലോചിച്ചു കൊള്ളണം. ആ ഖബർ വിജയിക്കണമെങ്കിൽ ഞാനും നിങ്ങളും ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് ഇതിനാനും നിങ്ങളും ജീവിക്കണം. അതേ സുന്നത്തുർ റസൂലില്ലാഹി വജമാഅത്തി സ്വഹാബ. ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കാണിച്ചെന്ന ചര്യ, അതേ സ്വഹാബികൾ കാണിച്ചെന്ന ചര്യ ഞാനും നിങ്ങളും പിൻപറ്റണം. അത് എക്കാലത്തേക്കും ഒന്നാണ്. അതേ ദീന് മാറ്റമറിക്കലില്ല. ന്യൂ ടെക്നോളജി, ന്യൂ ജനറേഷൻ എന്ന് മുഅ്മിനീങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇല്ല. മുഅ്മിനേ അന്യം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം എക്കാലത്തും ഒരുപോലെ തന്നെ. അതുകൊണ്ടല്ലോ ഹജ്ജത്തുൽ വിദാഇന്റെ അക്മൽതുലക്കും ദീനക്കും എന്ന് ഹബീബ് അവിടുന്ന് പ്രഖ്യാപിച്ചില്ലേ? അത് പ്രഖ്യാപിക്കലോടുകൂടി ഇനി ദീനെ മാറ്റമറിക്കൂല. അങ്ങനെ മാറ്റിമറിക്കേണ്ടത് ഇവിടുത്തെ ഖുർആനല്ലേ മാറ്റിമറിക്കേണ്ടത്. അത് 6623 അല്ലെങ്കിൽ 666 ആയത്താകുന്ന എന്റെയും നിങ്ങളെയും ഭരണഘടന. അതേത് കോൺസ്റ്റിറ്റ്യൂഷനും, ഏത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനും അല്ലെങ്കിൽ ഏത് രാജ്യത്തെ കോൺസ്റ്റിറ്റ്യൂഷനും മാറ്റിമറിക്കാം. എന്നാൽ മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം, മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം എന്റെയും നിങ്ങളെയും കോൺസ്റ്റിറ്റ്യൂഷൻ അത് ഖുർആനാ. ആ ഖുർആൻ ആര് മാറ്റിമറിച്ചാലും, ആര് മാറ്റിമറിക്കപ്പെട്ടാലും അത് മാറ്റിമറിക്കൂല മുഅ്മിനേ. ഏത് തബ്ലീഗ് ജമാഅത്ത്, ഏത് ജമാഅത്തെ ഇസ്ലാമി, ഏത് സലഫിസവും, ഏത് ഫെമിനിസവും, നിരീശ്വരവാദിത്വവും ഇവിടെ അധികരിച്ചാലും അവരതിനെതിരെ കുതിര കയറിയാലും ഖുർആന് മാറ്റമില്ല മുഅ്മിനേ. നല്ലവണ്ണം ആലോചിച്ചു കൊള്ളണം. അതേ പഴയ കാലഘട്ടത്തിൽ എല്ലാം ഉണ്ടാകുന്ന വ്യഭിചാരം, അതുപോലെ മക്കളെ കൊല്ലല്, പെൺമക്കളെ കൊല്ലല്, അതേ കള്ളുകുടി പോലോത്തത്, അങ്ങനെ ലഹരി പദാർത്ഥം പോലോത്തെല്ലാം അധികരിച്ച കാലഘട്ടം. ആ കാലഘട്ടം മുഅ്മിനെ അതിലേക്കുള്ള പോക്കാണ് ഞാനും നിങ്ങളിൽ നിന്ന് നയിച്ചു കൊള്ളുന്നത്. അതേ ജഹ്ലിയായ കാലഘട്ടത്തിൽ ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജനനം വരുന്നു. ആ സമയത്തതാ എല്ലാ പുതിയ ഹുക്കുമുകളും വരുന്നു. അതല്ലേ ന്യൂ ജനറേഷൻ. ഇല്ലായ്മയിൽ നിന്ന് പുതിയതുണ്ടാവുക. അതേ ഹറാമ്, ഹലാല്, സുന്നത്ത്, കറാഹത്ത്, അങ്ങനെയുള്ള എല്ലാ ഹുക്കുമുകളും വരുന്നു. സിന പാടില്ല, അതേ മക്കളെ കൊല്ലാൻ പാടില്ല, ഫിത്ന പറയാൻ പാടില്ല, പോരാ അതേ ചെറിയ മക്കളെ കൊല്ലരുത്. അങ്ങനെ എല്ലാ ഹുക്കുമുകളും വരുന്നു. ഇല്ലാത്ത പുതിയ കാലം വരുന്നു. അതല്ലേ പുതിയ ന്യൂ ജനറേഷൻ. എന്നല്ലാതെ അന്യം നിങ്ങളെയും സംബന്ധിച്ചോർത്തോളം ഈ കാലഘട്ടം ന്യൂ ജനറേഷൻ അല്ല. ആ മുന്നുള്ള കാലഘട്ടത്തിലേക്കുള്ള പോക്കാണ്. അതേ വാട്സപ്പ്, ഫേസ്ബുക്കിൽ, ഇൻസ്റ്റാഗ്രാമിൽ പഴയ കാലഘട്ടത്തിൽ വ്യഭിചാരം പോലോത്തത് എന്നല്ല ഇന്നും അത് നടക്കും. ശരി തന്നെ, ഒരു അന്യ പുരുഷ അന്യ പെണ്ണിനെ നേരിട്ട് കാണുന്ന വ്യഭിചാരമാണെങ്കിൽ ഇന്ന് അതിനൊക്കെ പകരം ടെക്നോളജിയിലൂടെയാണ് മുഅ്മിനേ വ്യഭിചാരം നടക്കുന്നത്. ഏതാണ് ആ രൂപം? ഞാനും നിങ്ങളും വോയിസ് അയക്കുന്നു, ചാറ്റ് ചെയ്യുന്നു, പോരാ കാണുന്നു, വീഡിയോ
കാണുന്നു, വീഡിയോ ചെയ്യുന്നു, അതെല്ലാം അന്യ പുരുഷനും അന്യ പെണ്ണിന് കാണൽ ഹറാമാണ്. വ്യഭിചാരത്തിന്റെ ഹുക്കുമിലാണ്, ഹറാമിന്റെ ഹുക്കുമിലാണ്, വ്യഭിചാരത്തിന്റെ ഹുക്കുമിലാണ്. കൈകൊണ്ട് ടൈപ്പ് ചെയ്യുന്നത് ഹറാം, കൈകൊണ്ടുള്ള വ്യഭിചാരം, വോയിസ് അയച്ചു കൊടുക്കുന്നത്, അത് കേൾക്കുന്നത് ഹറാം. പോരാ, ഞാനും നിങ്ങളും നഗ്നമായ കണ്ണുകൊണ്ട് കാണുന്നു, അതും കണ്ണുകൊണ്ടുള്ള വ്യഭിചാരം ഹറാം. സഹോദരി സഹോദരന്മാരെ, മാതാപിതാക്കളെ, നിങ്ങൾ ശ്രദ്ധിച്ചു കൊള്ളണം. നിങ്ങളുടെ മുമ്പുള്ള ആളുകൾ ഏത് നിലക്ക് നിങ്ങൾ ജീവിച്ചു? നിങ്ങളുടെ കാലഘട്ടത്തിലും ടെക്നോളജി വർദ്ധിച്ചില്ലേ? അന്നത്തെ ആലിമീങ്ങളാകുന്ന താജുൽ ഉലമന പോലോത്തവർ, ആ ആലിമീങ്ങളെല്ലാം നാടുനീളെ പോയി അതേ ദീനിന് വേണ്ടി പ്രവർത്തിച്ചു. ആലോചിച്ചു കൊള്ളണം. നിങ്ങൾ ഈ കർണാടക, എല്ലാ നിലക്കും കർണാടക, കേരള എന്നല്ല, അതെ പ്രത്യേകിച്ച് ഈ കർണാടകയിൽ ദീന്റെ ഖിദ്മത്ത് കൊണ്ടുവന്നത് അത് ബഹുമാനപ്പെട്ട താജുൽ ഉലമയല്ലോ. ആ താജുൽ ഉലമ അവരുടെ കാലഘട്ടത്തിലും ടെക്നോളജി വർദ്ധിച്ചിട്ടുണ്ട്. പക്ഷേ അവരാ ടെക്നോളജിയുടെ ബേക്കിലെ പോയില്ല. പകരം അല്ലാഹു അവരെന്താണോ ദീൻ പറഞ്ഞത് അത് നാട് നീള ദർസ് നടത്തിയിട്ടും വയല് പറഞ്ഞു കൊടുത്തിട്ടും ഗണ്ണന പ്രസംഗം നടത്തിയിട്ടും നാട് നീള ദീനെ പ്രവർത്തിച്ചു, ദീൻ വളർത്തി. അങ്ങനെയുള്ള മുഅ്മിനീങ്ങളല്ലേ ഇവിടെയുള്ള കർണാടകയുള്ള മുഅ്മിനീങ്ങളും. അത് നിങ്ങൾ കളങ്കപ്പെടുത്തരുത്. ഈ കാലഘട്ടത്തിലെ മക്കളെ നിങ്ങൾ കളങ്കപ്പെടുത്തരുത്. അതേ ഉലമാഇന്റെ പാരമ്പര്യം ഞാനും നിങ്ങളും നിലനിർത്തണം. മുഅ്മിനീങ്ങളെ, മുതഅല്ലിമീങ്ങളെ, നിങ്ങൾ ശ്രദ്ധിച്ചു കൊള്ളണം. അൽ ഉലമാഉ വറസത്തുൽ അംബിയാ ഞാനും നിങ്ങളും ആലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം അനന്തരാവകാശം ഞാനും നിങ്ങളും ഏറ്റെടുത്തത് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അനന്തരമാണ്, ഇൽമാണ്. ആ ഇൽമ ഞാനും നിങ്ങളും നല്ലവണ്ണം വേണ്ടതുപോലെ പറഞ്ഞു കൊടുക്കണം. കാലത്തിനടിസ്ഥാനത്തിൽ കോലം കെട്ടുന്ന ആലിമായി പോകരുത്. എന്താണ് ദീൻ? അത് ഹഖ് തുറന്ന് പറയണം. മുതഅല്ലിമീങ്ങളെ, നിങ്ങൾ നല്ല വണക്കം ദീന് പഠിക്കണം, ഇൽമ പഠിക്കണം. മാതാപിതാക്കളെ, അവരുടെ മാതാപിതാക്കളെ ശ്രദ്ധിച്ചു കൊള്ളണം. അവര് പഠിക്കുന്ന സമയത്ത് നിങ്ങളുടെ പരിപാടിയാകുന്ന പരിപാടിയിലേക്ക് കൂട്ടിപ്പോകരുത്. അവർക്ക് പഠിക്കുന്ന നിങ്ങളെല്ലാം നിനക്ക് സേവനം ചെയ്തു കൊടുക്കണം. നിങ്ങളെ കൊണ്ട് ആലിമാകാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ അതിനാകാൻ പറ്റുന്നില്ലെങ്കിൽ അവരെ സ്നേഹിക്കുന്നവരോ അല്ലെങ്കിൽ അവർക്ക് സഹായിക്കുന്നവരോ ഞാനും നിങ്ങളായിക്കൊള്ളണം. എന്നല്ലാതെ ഇൽമിനെ ദർസിനെ നിങ്ങൾ അതേ എല്ലാവർക്കും കളങ്കപ്പെടുത്തരുത്. നല്ലവണ്ണം ശ്രദ്ധിച്ചു കൊള്ളണം. ജമാഅത്ത് ഇസ്ലാമി പോലോത്തത് തബ്ലീഗ് ജമാഅത്തിൽ അകപ്പെട്ടു ദീനെ മാറ്റി മറിച്ചു പോകരുത്. ഇൽമില്ലാന്നോ അല്ലെങ്കിൽ സ്വലാത്തില്ലാന്നോ അല്ലെങ്കിൽ മൗലൂദ് ഇല്ലാന്നോ ഞാനും നിങ്ങൾ വാദം വെക്കരുത്. അതേ മുതഅല്ലിമീങ്ങളെ, നിങ്ങൾ നല്ലവണ്ണം പഠിച്ചു കൊള്ളണം. ഇനിയുള്ള കാലഘട്ടം ശ്രദ്ധിക്കേണ്ടതാണ്. നിരീശ്വരവാദിത്വം അധികരിക്കുന്ന കാലഘട്ടം. മാതാപിതാക്കളെ ഫെമിനിസം അതേ കേരളത്തിൽ ഇപ്പോൾ അധികരിച്ചു വരുന്നുണ്ട്. ഈ നാട്ടിലുണ്ടോ എന്നറിയില്ല, ഇരിക്കട്ടെ. ഫെമിനിസം, നിരീശ്വരവാദിത്വം, എല്ലാം അവനവന്റെ സ്വയം ഇഷ്ടം, റബ്ബില്ല എന്ന് വാദിക്കുന്ന കാലഘട്ടം. ആലോചിച്ചു കൊള്ളണം. ആരാണ് ഇതിനെല്ലാം ഉത്തരവാദി? ഏത് മക്കളും പിഞ്ചുമക്കളും ജനിക്കുമ്പോൾ ദൈവമില്ലാന്നോ അല്ലാഹു ഇല്ല എന്ന് വാദിക്കുന്നില്ല. ആ നിലക്കൊരു മതമില്ലാതെ ജനിക്കുന്ന കുട്ടിയാണ്. ആ ജനിച്ചതിന്റെ ശേഷം അവന്റെ മാതാപിതാക്കളിലേക്ക് നസ്ബ ചെയ്യുന്നു. നസ്ബ ചെയ്യലോടുകൂടി മുസൽമാനാണെങ്കിൽ മുസ്ലിം, ഹൈന്ദവനാണെങ്കിൽ ഹൈന്ദവൻ, ക്രൈസ്തവനാണെങ്കിൽ ക്രൈസ്തവൻ, ഇനി അതല്ല വേറെ ഏത് മതമാണെങ്കിൽ ആ മതത്തിലേക്ക് നയിക്കുന്നു. മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം അതേ ഞാനും നിങ്ങളും ശ്രദ്ധിച്ചു കൊള്ളണം. ഞങ്ങളെ ജനിച്ച മക്കൾ അതേ അല്ലാഹു എന്താണ് എന്നുള്ള രൂപത്തിലേക്കുള്ള വരവാണ്. പിന്നീട് മാതാപിതാക്കളാണ് ആ മക്കൾ എല്ലാ രൂപത്തിലും അടക്കാക്കുന്നത്. ശ്രദ്ധിച്ചു കൊള്ളണം. പുതിയ കാലമല്ലേ എന്ന് പറഞ്ഞിട്ട് അതേ ചെറിയ മക്കളെ, പിഞ്ചുമക്കളെ തുടക്കം തന്നെ മൊബൈലിലൂടെ നിങ്ങൾ നയിച്ചു പോകരുത്. ആ നയം കൊണ്ട് തന്നെ വരുന്ന കാലഘട്ടം എല്ലാം നിൽക്കും. അല്ലാഹുവിനെയും റസൂലിനെയും എതിർക്കുന്ന കാലഘട്ടം വരാൻ തുടങ്ങി. ഇന്നിപ്പോ ജനിച്ച മക്കൾക്ക് ആ മക്കൾക്ക് അറിയാതെ നിൽക്കണമെങ്കിൽ യൂട്യൂബ് കൊടുക്കണം. ആ കാലഘട്ടത്തിലാണ്
ആരാണ് മുഅ്മിനീങ്ങൾ ഇതിന് മുതിർന്നു നിൽക്കുന്നത്? സ്വന്തം മാതാപിതാക്കളല്ലേ? അല്ലാഹുവിന്റെ അടുത്ത് മറുപടി പറയേണ്ടി വരൂലേ? എന്തിനു വേണ്ടി ആ ഫോൺ പോലത്തത് കൊടുക്കണം? പഴയ കാലഘട്ടത്തിൽ നിങ്ങളുടെ മാതാപിതാക്കൾ നിങ്ങളെ വളർത്തിയത് ഏത് രൂപം? ഏത് ചെറിയ മക്കളും കരിയാത്തൊരു പിഞ്ചു മക്കളുണ്ടാവൂല, എന്നല്ല കുരുത്തക്കേടില്ലാത്തൊരു മക്കളുണ്ടാവൂല. അത് സാധാരണ സ്വാഭാവിക മക്കൾക്ക് വെക്കപ്പെട്ട നയമാണ്. അവരെ മാറ്റി പഠിച്ച് വളർത്താന്നുള്ളതാണ് മാതാപിതാക്കളെ നയം. അന്നത്തെ കാലത്ത് നിങ്ങളുടെ അതേ സയ്യിദ് ഹബീബുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചരിത്രവും അവിടുത്തെ താരാട്ട് പാട്ടും പഠിപ്പിച്ചു തന്നു. അങ്ങനെ നിങ്ങളുടെ ജീവിതം ഉയർന്നപ്പോൾ ഇന്ന് നിങ്ങളുടെ ചെറിയ പിഞ്ചു മക്കളുടെ അവസ്ഥ എന്താണ്? അതേ എല്ലാ നിലക്കുള്ള പുതിയ ടെക്നോളജിയിലൂടെയുള്ള ജീവിതം നയിപ്പിച്ച് ആലിമെന്നോ സയ്യിദെന്നോ ഹബീബ് എന്നല്ലാത്തൊരു ജീവിതം നയിച്ചു പോവുകയാണ്. ആരാണ് മുഅ്മിനീങ്ങൾ നിങ്ങൾക്ക് അധികാരം തന്നു? എല്ലാം ശരി എന്നുള്ളൊരു നിലപാടായി പോകരുത്. അല്ലാഹും അന്യം നിങ്ങളെ നാളെ ചോദിക്കുന്ന ബോധം വേണം. അനക്കും നിങ്ങൾക്ക് കണ്ണും കൈയും കാലും എല്ലാം തന്നത് റബ്ബാണ് എന്നുള്ള ബോധം വേണം. മാതാപിതാക്കളെ, മുതഅല്ലിമീങ്ങളെ, സയ്യിദന്മാരെ ആലോചിച്ചു കൊള്ളണം. അനക്കും നിങ്ങൾക്ക് തോന്നിയതുപോലെ ദീനിൽ പ്രവർത്തിച്ചു പോകരുത്. അതെ, ഇപ്പൊ നോക്കിയാൽ ഒബുട്ടിയില്ലാത്ത ഇൽമില്ല. അവസാന കാലഘട്ടമാകുമ്പോൾ ഇൽമ അധികരിക്കും, നഫ്അ ചെയ്യൂല എന്ന് പറഞ്ഞ കാലഘട്ടത്തിലല്ലേ ഞാനും നിങ്ങളും ജീവിച്ചു കൊള്ളുന്നത്. ആ കാലഘട്ടത്തിലല്ലേ ഞാനും ഇന്ന് നയിച്ചു കൊള്ളുന്നത്. ഏതാണ് ആ രൂപം? ആലോചിച്ചു നോക്കൂ. ഇന്നിപ്പോ ഈ പറയുന്നത് അങ്ങനത്തും ഉണ്ടാവും, എല്ലായിടത്തും സ്റ്റാറ്റസ് ഉണ്ടാവും, എല്ലാ ഇൽമും പറയുന്നതുണ്ടാവും. പക്ഷെ ഒരുത്തന്റെ ഖൽബിലേക്ക് നഫ്അ ചെയ്യുന്നില്ല. എന്താ കാരണം? ഫിത്നയാകുന്ന ഫിത്ന, ഫസാദ്, ഹസദ്, കിബർ അത് ഖൽബിലുള്ള കാലത്തോളം ഇൽമു നഫ്അ ചെയ്യൂല മുഅ്മിനെ. അതേതാണ്, ഏത് രൂപത്തിലാണ് ഇന്ന് നമുക്കും നിങ്ങൾക്കും അത് അധികരിക്കുന്നത്? ഒരുത്തനക്ക് ഒരു ഹദീസ് അല്ലെങ്കിൽ സ്വലാത്ത് ദിക്ർ കിട്ടി കഴിഞ്ഞാലോ ഓൻ നോക്കിയിട്ട് പറയും, ഓന്റെ അപ്പുറത്തെ ഫിത്ന ഓൻക്ക് എതിരുള്ള ഒരാൾക്ക് അയച്ചു കൊടുത്തിട്ട് പറയും ഇത് നിന്നെ പറ്റിയാ പറയുന്നത്. അപ്പൊ പിന്നെ എന്താ പ്രശ്നം പറയാം? ഒരു ഹദീസ് ദിക്ർ സ്വലാത്ത് കിട്ടിയാല് ആദ്യം നോക്കും, എന്നിട്ട് ഓൻക്ക് വെറുപ്പുള്ള ആരാണ്, ആ വെറുപ്പുള്ള ആളുകൾക്ക് ഇത് അയച്ചു കൊടുത്തിട്ട് പറയും നിന്നെ പറ്റിയാ പറയുന്നത്. അപ്പൊ ഓനെന്താ? ഇങ്ങനെ ഫിത്ന അധികരിക്കുന്ന കാലഘട്ടം എല്ലാം അയച്ചു കൊടുക്കുന്ന ശരി, പക്ഷെ ആ പറഞ്ഞ രീതി ഫിത്നയാണ്. മുഅ്മിനെ, മൂത്രം കൊണ്ട് പാത്രം കഴുകുക. പാത്രാണ് കഴുകുന്നതോ മൂത്രാണ് കഴുകിയിട്ട് കഴുകതിയാവും. ആ രീതിയായി എന്നുള്ളത് ഹദീസെല്ലാം പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പറഞ്ഞു കൊടുത്തിട്ട് തൊട്ടപ്പുറത്ത് പറയും നിന്നെ പറ്റിയാ പറയുന്നത്. അപ്പൊ പിന്നെന്താ അതിനപ്പുറത്തോ? ഫിത്നയല്ലേ അത്? ആലോചിച്ചു കൊള്ളണം. സഹോദരി സഹോദരന്മാരെ, മാതാപിതാക്കളെ, മുതഅല്ലിമീങ്ങളെ ശ്രദ്ധിച്ചു കൊള്ളണം. അനക്കും നിങ്ങൾക്കും കണ്ടതും കേട്ടതും പറയാനുള്ളല്ലോ അല്ലാഹുവിന്റെ ദീൻ. ആലിമീങ്ങളാണെങ്കിലും സയ്യിദന്മാരാണെങ്കിലും എല്ലാവരെയും ബഹുമാനിച്ചു എന്താണോ ദീൻ പറഞ്ഞത് ആ അടിസ്ഥാനത്തിൽ ഞാനും നിങ്ങളും പ്രവർത്തിക്കണം എന്നല്ലാതെ ഇപ്പോഴത്തെ എന്തും ചെയ്യുന്നുണ്ട്, അവര് തപ്പുറം ചെയ്യുന്നുണ്ട്, ഇവനിപ്പുറം ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് അനക്കും നിങ്ങൾക്ക് തോന്നിയതുപോലെ ദീന് പ്രവർത്തിച്ചുകൂടാ. അതിന്റെ കാരണമാണ് ഇന്ന് ഏത് നാട്ടിലും അല്ലാഹു ദീൻ ഉയർത്തപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. മദ്രസ പാടില്ല എന്നുള്ള രീതിയിലേക്ക് വരുന്നല്ലേ? ആരാണ് ഇതിനെല്ലാം കാരണക്കാരൻ? നമ്മൾ തന്നെ. ഭൗതികത്തിന് വേണ്ടി മതം പാടില്ല എന്ന് വാദിച്ചപ്പോൾ അല്ലാഹു സുബ്ഹാനഹു ഒരു നിയമം പോലെ തന്നെ വരുത്തിക്കുകയാണ്. അപ്പോൾ ഞാനും നിങ്ങളും എന്ത് ചെയ്യാൻ തുടങ്ങി? അതിനെതിരെ സമരം പോലെ എടുക്കാൻ തുടങ്ങി. എന്നിട്ടോ മദ്രസ വേണം, അത് വേണം, ഇത് വേണം എന്ന് പറയുന്നു. എന്താ കാരണം? അല്ലാഹുവിന്റെ ഇൽമു കിട്ടൂല, അവർക്ക് യാസീനോത്ത് കിട്ടൂല എന്ന് ആ സമയത്ത് ബോധം ഉദിച്ചതുകൊണ്ട് കാര്യമാകൂല മുഅ്മിനെ. അതുകൊണ്ട് ശ്രദ്ധിച്ചു കൊള്ളണം. ഞാനും നിങ്ങളും അല്ലാഹുവിന്റെ ദീന്റെ ഖിദ്മത്തിൽ ഏർപ്പെടണം. ഇവിടുന്ന് കാണിച്ച നിങ്ങൾക്ക് എല്ലാം നേതൃത്വം തന്ന ബഹുമാനപ്പെട്ട താജുൽ ഉലമ, അവിടുത്തെ ശേഷമാണ് ഖുർറത്തു സദാത്ത്, അവരെല്ലാം കാണിച്ചെന്ന രീതി ഞാനും നിങ്ങളും നയിച്ചു കൊള്ളണം. ദിവസവും ദിക്റും സ്വലാത്തും ഖുർആൻ ശരീഫ് അധികരിക്കണം. ഹബീബില്ലാതെ എനിക്കും നിങ്ങൾക്കും ദുനിയാവും ആഖിറവും വിജയിക്കൂല. പ്രയാസമാണ് മുഅ്മിനെ. ഹബീബിനെ എന്നും ഞാനും നിങ്ങൾ ഓർത്തുകൊള്ളണം. ദിക്റും സ്വലാത്തും അധികരിപ്പിക്കണം, ഖുർആൻ ശരീഫ് അധികരിപ്പിക്കണം. എന്നല്ലാതെ ഹബീബിനെ തെറി പറഞ്ഞ്, എന്നല്ല സയ്യിദന്മാരെ തെറി പറഞ്ഞ്, ആലിമീങ്ങളെ തെറി പറഞ്ഞ് ഞാനും നിങ്ങളും ജീവിതം നയിച്ചു പോകരുത്. ഹബീബിനെ സ്നേഹിച്ചോ എന്നാൽ
ആലിമീങ്ങളെയും ബഹുമാനിക്കും, സയ്യിദന്മാരെ ബഹുമാനിക്കും, മാതാപിതാക്കളെ ബഹുമാനിക്കും, ഉസ്താദന്മാരെ ബഹുമാനിക്കും. എന്നാൽ അല്ലാഹു ബഹുമാനിക്കാൻ പറഞ്ഞ വസ്തുക്കൾ ഏതൊക്കെയുണ്ടോ അതെല്ലാം ബഹുമാനിക്കും. ഹബീബിനെ തെറി പറഞ്ഞു ശേഷമുള്ളതെല്ലാം ആ രൂപത്തിൽ ഞാനും നിങ്ങളും കൈകൊള്ളും. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. നല്ലവണ്ണം ശ്രദ്ധിച്ചു കൊള്ളണം മാതാപിതാക്കൾ, സഹോദരി സഹോദരന്മാരോട്. യുവതി യുവാക്കളെ, നിങ്ങൾ അതേ വാട്സപ്പിലൂടെ ചാറ്റിംഗ് ആയിട്ട് നിങ്ങൾ ജീവിതം നയിച്ചു, നിങ്ങളുടെ ജീവിതം എല്ലാം നൽകും, അത് ഹറാമിലൂടെ നയിച്ചു പോകരുത്. നല്ലവണ്ണം ശ്രദ്ധിച്ചു കൊള്ളണം. അല്ലാഹു ചോദ്യം ചെയ്യും, കഠിനമായ ശിക്ഷയ്ക്ക് വിധേയമാക്കും. അതേ കാലഘട്ടം ചെയ്യുമ്പോൾ പിന്നീട് നിങ്ങളുടെ മക്കളിലൂടെയോ അല്ലെങ്കിൽ നിങ്ങളിലൂടെ തന്നെ മാരകമായ രോഗം തന്നെ ഞങ്ങൾ പരീക്ഷിക്കും. അതുപോലെ തന്നെ പല നിലക്കും ത്വലാഖ്, ഫസ്ഖ് എല്ലാം അധികരിക്കുന്നു. നിസ്സാര പ്രശ്നത്തിന്റെ പേരിൽ ബിരുദം 100 ഉണ്ടാവും. 100 ബിരുദം മൊയ്ലാമാർക്കും ഉണ്ടാവും, പെണ്ണിനും ഉണ്ടാവും, ഇല്ലാത്ത ബിരുദം ഉണ്ടാവില്ല. റഹ്മാനായ റബ്ബെ റളിയല്ലാഹു തല്ലണ്ടി വരും. അങ്ങനത്തെ ബിരുദാണ് തങ്ങമ്മ. ഏത് മൊയ്ലാർക്കും ഉണ്ട്, 110 തലയിക്കെട്ടുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ ഒരൊറ്റൊന്നിനും ഇൽമിന് ഇല്ല, വേണ്ടതുപോലെ ഇൽമില്ല. എല്ലാം ഒരു കോമാളിത്തരത്തിന് എന്തും ചെയ്യാന്നുള്ളൊരു ഇൽമ്. അങ്ങനെ ആയിപ്പോകരുത്, ശ്രദ്ധിച്ചു കൊള്ളണം. സഹോദരി സഹോദരന്മാരെ, മുത്തഅല്ലിമീങ്ങളെ, തഖ്വയുള്ള മുത്തഅല്ലിമാവണം. എന്താണ് തഖ്വ? ശുദ്ധി എന്താണ് ശുദ്ധി? ഞാനും നിങ്ങളും സാമ്പത്തികമായെങ്കിലും അതല്ല ജീവിക്കുന്ന രീതിയാണെങ്കിലും ദിക്റും സ്വലാത്ത് എന്ത് ചെല്ലുന്നാണെങ്കിലും അതല്ല ആ ഭയഭക്തിയോടെ ചെല്ലണം. 100 ആള് കാണുന്നുണ്ട്, അവർക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ പ്രദർശിപ്പിച്ചിട്ട് കുറെ തസ്ബീഹ് എടുത്തിട്ട് വലിയെടുത്ത് നടക്കലല്ല, ദിക്റും സ്വലാത്തും ചെല്ലലല്ല. അങ്ങനെയല്ല തഖ്വയുള്ള മൗലാമാർ. അങ്ങനെ അതിന് ഏറ്റവും ഉദാഹരണം ബഹുമാനപ്പെട്ട താജുൽ ഉലമാന്റെ ഖുറത്തു സാദാത്ത്. അവർക്കെല്ലാം ഇവിടെ മൗലൂദ് നിലനിർത്താൻ തന്നെ മതി, എമ്പാടും അല്ലേ. താജുൽ ഉലമാനെ സംബന്ധിച്ചിടത്തോളം ഇൽമു ദർസ് നടത്താതെ ഒരു മജ്‌ലിസുകളുടെ രൂപം ഈ കാലത്ത് അങ്ങനെയാണ്, അനങ്ങിയ മജ്‌ലിസോ അങ്ങനെ ഉണ്ടെങ്കിൽ അവർക്ക് അത് മതി. 365 ദിവസം മൗലൂദ് നടക്കാനുണ്ട്. അത്ര ഉണ്ട് അവർക്ക്. 22 ത്വരീഖത്തുള്ളവരാണ്, 22 ത്വരീഖത്ത്, 20 വളീഫ, ഇത്ര എന്തെല്ലാം ചെയ്തവരാണ്. ഒരു അസർ ടു മഗ്രിബ് വരെ 99 ഇസ്മ്, ജലാലത്തിന്റെ ഇസ്മ് 100,000 ചെല്ലുന്ന മഹാനാണ് ബഹുമാനപ്പെട്ട താജുൽ ഉലമ. അതെല്ലാം ഒരു മജ്‌ലിസാക്കാൻ നിന്ന് എന്തായിരിക്കും അവസ്ഥ ആലോചിച്ചു കൊള്ളണം. അത് സ്വന്തത്തിന് വേണ്ടി, എന്റെ ഖബറിലേക്ക് വേണ്ടി എന്നുള്ള ജീവിതം നയിച്ചപ്പോൾ അല്ലാഹു അവര് എല്ലാ നിലക്കുള്ള ഉയർച്ച നൽകി കൊടുത്തു. ലോകമെമ്പാടും അവർ അംഗീകരിക്കപ്പെട്ട ഒരു ആലിമാക്കപ്പെട്ടു. ഈ കാലഘട്ടത്തിൽ ആരാണ്? അൻജാറബിനെ സംബന്ധിച്ചിടത്തോളം തുഹ്ഫ 10 വാളിയം കാണാപ്പാടം തർസർത്ത ആലിമല്ലേ, പോരാ 22 ത്വരീഖത്തുള്ളവരല്ലേ, 22 വളീഫ എന്നും നിത്യേന ചെയ്യുന്നവരല്ലേ. അനക്കും നിങ്ങൾക്കും 24 മണിക്കൂറുള്ളതുപോലെ ആ ആലിമിനും 24 മണിക്കൂർ തന്നെയാണ് ഉണ്ടായത്. പക്ഷെ ഒന്നിനും ഒരു മുടക്കമുണ്ടായിട്ടില്ല. സ്വഹീഹുൽ ബുഖാരി ദർസിന് മുടക്കമുണ്ടായിട്ടില്ല, തുഹ്ഫക്ക് മുടക്കമുണ്ടായിട്ടില്ല, ഹംദുല്ലക്ക് മുടക്കമുണ്ടായിട്ടില്ല, ഖാദിയാവുൽ കിതാബിന് മുടക്കമുണ്ടായിട്ടില്ല. അങ്ങനെ ഫലഖും തസ്രീഹ് അങ്ങനെ എല്ലാ കിതാബും കാണാപ്പാടം തർച്ചെടുത്ത മഹാൻ, അതിന്റെ കൂടെ അതേ അവിടുത്തെ ത്വരീഖത്തുകളും കൂടെ നടന്ന മഹാൻ ആരാണ്? മുഅ്മിനീങ്ങളെ, അങ്ങനത്തെ താജുൽ ഉലമ. അതേ അത് തന്നെ മതി അനക്കും നിങ്ങൾക്ക് റോൾ മോഡലാവാൻ. ജീവിതത്തിൽ ആ കിബറില്ലാതെ എന്ന തഅലീം അദബുള്ള ഒരു ജീവിതം, അത് തന്നെയാണ് അവിടുത്തെ മകനായ ഖുറത്തു സാദാത്തിന്റെ ബാപ്പയായതുകൊണ്ട് പറയുന്നല്ല, ആ രീതി നല്ലവർക്ക് കൊണ്ടുവരുന്ന മഹാൻ. അല്ലാഹു അവിടുത്തെ ദർജ ഉയർത്തി കൊടുക്കാൻ റഹ്മാനെ, അവരെ പോലെ ഞങ്ങൾക്കും പ്രവർത്തിക്കാൻ തൗഫീഖ് നൽകണം. കേട്ട റഹ്മാനെ, സാന്ദർഭികം നിങ്ങൾ ഓർമ്മപ്പെടുത്തുന്നു. ആ മഹാന്മാർ കാല് സ്പർശിച്ചത് മാത്രമല്ല, ഇവിടെ ഏത് നേരവും നോട്ടമുള്ളവരാണത്. അപ്പൊ നിങ്ങൾ മുത്തഅല്ലിമീങ്ങൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക, നാട്ടുകാരായ നിങ്ങളും ശ്രദ്ധിക്കുക. അവരുടെ നോട്ടം ഈ സ്ഥാപനത്തിൽ എന്നും ഉണ്ട്. നിങ്ങൾ എങ്ങനെയാണോ തിരിച്ച് അവരോട് കാണിക്കുന്ന സ്നേഹം, എന്നാൽ അവർ ആത്മീയമായ നിയന്ത്രണം ഈ സ്ഥാപനത്തിൽ ഉണ്ടാകും. ഇല്ലേ? അതെല്ലാം എടുത്ത് കളയപ്പെടും. കടമില്ലാതെ കഴിഞ്ഞു പോകുന്നില്ലേ? 10-300 പഠിപ്പിക്കാൻ 10 ലക്ഷം വേണം. എന്ത് അന്റെ നിങ്ങളെയും ശരീരപുഷ്ടി കൊണ്ട് നിങ്ങൾ വിചാരം? എല്ലാ മുഅ്മിനെ അവര് തുടങ്ങി തന്ന ദർസിന്റെ ആത്മീയമായ നിലപാടാണ്. മുത്തഅല്ലിമീങ്ങളെ നിങ്ങൾ ശ്രദ്ധിച്ചു കൊള്ളണം. നിങ്ങൾ ആ രൂപത്തിൽ തന്നെ പഠിക്കണം. വേഷവിധാനമാണെങ്കിലും ശരി, ഇൽമു പഠിക്കുന്നിടത്താണെങ്കിലും ശരി,
അവരെന്താണോ പറഞ്ഞ ആ രൂപത്തിൽ ഞാനും നിങ്ങൾ പഠിച്ചു കൊള്ളണം, ഉസ്താദന്മാരെ പറഞ്ഞ് പ്രവർത്തിച്ചു കൊള്ളണം. എന്നും ലീവായി പോകരുത്. നമ്മൾ കിതാബ് പഠിക്കുന്ന സമയത്തേ പഠിക്കുള്ളൂ, പിന്നെ പഠിക്കാൻ കഴിയൂല. അതുകൊണ്ട് ദറസ് നല്ലവണ്ണം പഠിക്കണം. അവരുടെ നോട്ടമുണ്ട് എന്നുള്ള ബോധം ഇവിടുത്തെ സ്റ്റാഫ് ആണെങ്കിൽ ശരി, മുതഅല്ലിമീങ്ങളാണെങ്കിൽ ശരി, നാട്ടാറാണെങ്കിൽ ശരി, നിങ്ങൾക്ക് ബോധം വേണം. അവരുടെ നോട്ടമുണ്ട് ഇല്ല പിന്നെ എല്ലാം നിലക്കുള്ള ഫിർഖത്ത് ഉണ്ടാവും. അല്ലാഹു സലാമത്താക്കി തരട്ടെ. അങ്ങനെ അനുഭവിച്ച എത്രയോ നമ്മളെ അനുഭവമുണ്ട്. അതുകൊണ്ട് പറയാണ്, നിങ്ങൾ നല്ലവണ്ണം ശ്രദ്ധിച്ചു കൊള്ളണം. അല്ലാഹു സുബ്ഹാനഹു വ തആല റഹ്മാനായ റബ്ബേ ആ രണ്ട് ആലിമീങ്ങളെയും ദറജ നീ ഉയർത്തി കൊടുക്കണം റഹ്മാനേ. അവരെ പോലെ ഞങ്ങൾക്ക് ദീന്റെ ഖിദ്മത്തിനായി മരിക്കുന്നത് വരെ സുന്നത്ത് ജമാഅത്ത് അടിയുറച്ച് വിശ്വസിച്ച് പ്രവർത്തിക്കാൻ നീ തൗഫീഖ് നൽകണം റഹ്മാനേ. ദുആ നീ സ്വീകരിക്കണം റഹ്മാനേ. ദുആ നീ ഖായിബാക്കല്ല അല്ലാഹ്. ഞങ്ങളുടെ റൂഹ് അഖിലകാലത്ത് വെച്ച് പിടിക്കണം റഹ്മാനേ. മേച്ചമായ സ്ഥലത്ത് വെച്ചോ, ടോയ്ലറ്റിൽ വെച്ചോ, നജസിൽ വെച്ചോ, വിജനമായ സ്ഥലത്ത് വെച്ചോ, വാഹനത്തിൽ വെച്ചോ, സഫറിൽ വെച്ചോ, ജോലി സ്ഥലത്ത് വെച്ചോ, ഞങ്ങളുടെ റൂഹ് നീ പിടിക്കല്ല അല്ലാഹ്. പറഞ്ഞ ഇൽമ് ഞങ്ങൾക്കും ഇവർക്കും നീ നഫ്അ ചെയ്യണം റഹ്മാനേ. നിന്റെ അടുക്കൽ വലിച്ചെറിയുന്ന അമൽ, വലിച്ചെറിയുന്ന ഇൽമ് നീ ആക്കല്ല അല്ലാഹ്. അവസാനം ആഖിബത്ത് നന്നായി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൊഴിൽമേൽപ്പിക്കണം റഹ്മാനേ. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين إن شاء الله. ബാപ്പാന്റെ ഉറൂസ് ജൂൺ 26, 27, 28, 29 കൂറത്ത് വെച്ച് നടക്കുന്ന നിങ്ങളെല്ലാവരെയും ക്ഷണിക്കാണ്. എന്നല്ല അതിനോടനുബന്ധിച്ചുള്ള എല്ലാ പരിപാടിക്കും സഹായ സഹകരണത്തിനൊക്കെ നിങ്ങൾ ഉൾപ്പെടണം. അതിന് പുറമെ ആ പരിപാടി ഭംഗിയിൽ കഴിയാൻ കാലാവസ്ഥ അനുകൂലമായിട്ട് തന്നെ പ്രതികൂലമില്ലാതെ അതിനൊക്കെ വേണ്ടി നിങ്ങൾ ദുആ ചെയ്യണം ഇൻഷാ അല്ലാഹ്. ബാപ്പ ഇവിടുത്തെ ഖാദി ആയതുകൊണ്ട് ഞാൻ തന്നെ നിങ്ങളെ നേരിട്ട് ക്ഷണിച്ച്, ഇനി ആരും ക്ഷണിച്ചില്ല എന്നാർക്കും പറയാൻ പരാതി ഉണ്ടാ? പരാതി ഉണ്ടെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല, നിങ്ങൾ സഹിക്കണത്ര. എനക്കേതായാലും പരാതിയില്ല. അപ്പൊ ഇൻഷാ അല്ലാഹ് നിങ്ങളെല്ലാവരും ആ പരിപാടിക്ക് വരണം. ഇനി അവിടെ വന്നിട്ട് തങ്ങൾ സ്വീകരിച്ചില്ല എന്ന് പറയരുത്. നിങ്ങൾ ഇൻഷാ അല്ലാഹ് വന്ന് എനിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ പൊരുത്തപ്പെട്ട് തരണം. അവിടെ വന്ന ആ ഭക്ഷണത്തിലും അവിടുത്തെ ദിക്റും സ്വലാത്ത് ഖുർആൻ സ്വലാത്തിലും അതുപോലെ ആലിമീങ്ങളെ നസീഹത്തിലൊക്കെ പങ്കെടുക്കാൻ എനക്കും നിങ്ങൾക്കും അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അതുപോലെ അതിനോടനുബന്ധിച്ച് ഇവിടെ കാര്യങ്ങൾ നടത്തുന്നുണ്ട്, പ്രചരണം നടക്കുന്നുണ്ട്, അതുപോലെ ഫണ്ട് സമാഹരണമുണ്ട്. അതിലൊക്കെ നിങ്ങൾ സഹായിക്കണം ഇൻഷാ അല്ലാഹ്. അതിനൊക്കെ ഉസ്താദ് പറയും എത്ര അരി എന്നുള്ളതും ഇറച്ചിയുള്ളതും ഞാൻ ചോദിക്കുന്നല്ല കേട്ടോ. എൻ്റെ വാപ്പാക്ക് കൊണ്ട് ഞങ്ങൾക്ക് ആവശ്യമില്ല, ഉള്ള പറയാം. എനക്ക് എൻ്റെ ഉപ്പാക്ക് ഞാൻ തന്നെ യാസീൻ ഓതി എമ്പാടും അതന്നെ മതി. നിങ്ങളാരി നിർത്തിയിട്ട് യാസീൻ ഓദിക്കണം എന്നുള്ള നയല്ല എൻ്റെ വാപ്പാക്കും എനക്കും രണ്ടാക്കൂല്ല ആ നയം. ഇല്ല പറയാറ് എന്റെ വാപ്പാക്കൂല്ല നയം, എനക്കൂല്ല നയം. എന്ത് നിങ്ങളെല്ലാരെയും മുൻനിർത്തിയിട്ട് ജനങ്ങളെ ഒട്ടാ ആളായിട്ട് ഒരു യാസീനോത്ത് 5 അർഫ് ആവശ്യമില്ലാത്ത സ്വന്തം ചെല്ലി അത് ഉണ്ടാവും എന്നുള്ള. പിന്നെ എന്തിനാ ചെല്ലുന്നത്? അത് വലിയ വലിയ മഹാന്മാരെ അവരെ അർവാഹിങ്ങൾ ആ വഫാത്താക്കപ്പെടുന്ന സമയത്ത് ഉലകം മൊത്തം ചുറ്റും. ആ സമയത്ത് നമ്മള് ഇതുപോലത്തെ ഇൽമിന്റെ മജ്ലിസും അവരെ പോലത്തെ വെച്ച് സ്വലാത്ത് ഇങ്ങനത്തെ പോലെ നടത്തിയാൽ അവരെ കാരണത്താൽ നമ്മളെ കാര്യങ്ങളൊക്കെ ഫതഹാകും എന്ന് മഹാന്മാർ പണ്ഡിത രേഖപ്പെടുത്തിയത് കാണാം. അതുകൊണ്ടാണ് മുഅ്മിനെ ഉറൂസും ആണ്ട് നേർച്ചയൊക്കെ നടത്തുന്നത്. നമ്മളുടെ ആഖിറം നന്നാവാൻ, ഖബർ വിജയിക്കാൻ വേണ്ടി, ഞങ്ങൾ അന്നന്നൊക്കെ ദുന്യവിയായ കാര്യം ഫതഹാൻ വേണ്ടി. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് അതിനൊക്കെ നിങ്ങൾ സഹായിച്ച് സഹകരിച്ച് നിങ്ങൾ പ്രവർത്തിപ്പിക്കണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അതിന് വേണ്ടത് ഇൻഷാ അല്ലാഹ് ഉസ്താദ് നിങ്ങൾക്ക് നിർദ്ദേശം തരും. അരിയും മറിച്ചിയും പോലത്തെ എന്തൊക്കെ എന്നുള്ളത് നിങ്ങളെ കൊണ്ട് കഴിയുന്നത് സഹായിച്ചത് ഒരിക്കലും ചോദിച്ചു വാങ്ങിക്കുന്നില്ല, അതിന് ആവശ്യമില്ല. പിന്നെ ഇത് പറയേണ്ടത് മകനായ ഞാനല്ലാതെ വേറെ ആരും ഇപ്പൊ വരൂല്ല. താജുൽമക്ക് ബാപ്പ പിന്നെ ഞാൻ വേറെ ആരും ചെയ്യാൻ പറ്റും? പറയല എൻ്റെ കടമ. നിങ്ങൾക്ക് ചെയ്താലും ചെയ്തിട്ടില്ലെങ്കിലും അല്ലാഹു നിങ്ങൾക്ക് അതിന്റെ ഫള് തരും എന്ന് വിശ്വസിക്കുന്നവരാണ്. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഇനി സാമ്പത്തികമായിട്ടില്ലെങ്കിൽ ശാരീരികമായിട്ടെങ്കിലും അവിടെ വരിക. ഇനി അതുമില്ലേ, മാനസികമായിട്ട് നിങ്ങൾ ദുആ ചെയ്താൽ മതി. ഫിത്ന ഉണ്ടാക്കണ്ട. വാട്സപ്പിലൂടെ തങ്ങൾ പൈസ ചോദിച്ചിട്ടുണ്ട്, തങ്ങൾ അത് ഉണ്ടാക്കിയിട്ടുണ്ട്. ആദ്യം തന്നെ തുറന്ന് പറയാം. ഇത് കട്ട് ചെയ്തിട്ട് നാളെ പറയും മസൂദ് തങ്ങൾ അത് പൈസ ചോദിക്കാന്ന് തുടങ്ങി സ്വന്തം പാപ്പാക്ക് വേണ്ടിയിട്ട് ഒരറഫില്ല. ഇതും കൂടി അതിൽ പറയാം. അപ്പൊ നമുക്ക് ബാക്കി കട്ട് ചെയ്തിട്ട് അയച്ചു കൊടുക്കാറ്. അതുമില്ല. സ്വന്തം ആണെന്നുണ്ടെങ്കിൽ കൊടുക്കുക, ഇല്ലേ വിട്ടോ. നിങ്ങൾക്ക് വിട്ട് എനക്കായി ആവശ്യമില്ല. എൻ്റെ വാപ്പാക്ക് ഞാൻ ചെയ്യുന്നുണ്ട്, എമ്പാടും ചെയ്യും. അല്ലാഹു സലാമത്താക്കി തന്നെ.
കൂറത്തെ ഉറൂസറെ പോസ്റ്ററാണ് വിടുകടാക്കിയിട്ടുള്ളത് തങ്ങൾ ഉസ്താദ്. പിന്നെ അവിടെ ഉള്ള മോനാക്ക, അദ്ദാക്ക, ബഷീറാക്ക എല്ലാവർക്കും ഈ പ്രവർത്തനം തങ്ങളൊട്ടിಗೆ ഞങ്ങളെ SVS SFR നേതാക്കന്മാരെല്ലാം റഫീഖാക്ക, അതുപോലെ എല്ലാ ഹിരിയാൾമാർ, മുനീർ, നവാസ്, ബേബറിന് തങ്ങൾ ഉസ്താദ് ഇപ്പോൾ പോണ്ട്. അതുപോലെ ഈ ഞങ്ങളെ ഈ പോസ്റ്റർ കാർക്കാളത്തെ ഉടനീളം മൂടുബിദ്രത്തോളം ഇൻഷാ അല്ലാഹ് ഞങ്ങൾ ഇഡ്രാൻ ചൊന്നിട്ട് ഏറ്റെടുത്തറ. ഇൻഷാ അല്ലാഹ് കാർക്കാളത്തെ എല്ലാ പക്കത്തും ഞങ്ങളെ ഈ പോസ്റ്റർ ഞങ്ങളെ ബലക്കാറ് ഇഡ്രാർ അല്ലാഹു സുബ്ഹാനഹു തആല എല്ലാവർക്കും ആഫിയത്തോടു കൂടിയുള്ള ദീർഘായുസ് കൊടുക്കട്ടെ. തങ്ങൾ ഉസ്താദിന്റെ ഉറൂസ് കാര്യക്രമം അല്ലാഹു നല്ല ബറക്കത്തിലാക്കട്ടെ, വിജയിപ്പിച്ചു കൊടുക്കുമാറാവട്ടെ ഇൻഷാ അല്ലാഹ്. ഇനി തങ്ങൾ ഉസ്താദിന്റെ നസീഹത്തല്ല, നല്ല നസീഹത്തല്ല നിങ്ങൾ കേട്ടാറ്. അവിടെ മഴ വന്നതുകൊണ്ട്, വല്ലാത്ത മഴ ആയതുകൊണ്ട് തെല്ല് സീർണിയാകുമ്പോൾ തെല്ല് ലേറ്റായിരവിടെ ആയോണ്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ഞങ്ങളെ പ്രഗത്ഭ പ്രഭാഷകനായ ഉസ്മാൻ ജൗഹരി ഉസ്താദ് നല്ല വാദ ചൊല്ലു, കർണാടക കേരളത്തിൽ അറിയപ്പെട്ട ഒരാളാണ്. നിങ്ങൾ എല്ലാവരും തെച്ചിട്ട് ആ നസീഹത്തോട് തെല്ല് നേരെ കേട്ടിട്ടാകുമ്പോൾ